നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ച അന്തിമ തീരുമാനമായി കഴിഞ്ഞു. പ്രധാന വകുപ്പുകളെല്ലാം BJP നിലനിർത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഘടകകക്ഷികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ചോദിച്ച വകുപ്പുകൾ നൽകിയിട്ടില്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ശിവസേന ഷിൻഡ വിഭാഗം അടക്കം വലിയ വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. തങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം അജിത് പവാർ വിഭാഗത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകാത്തതിലുള്ള പ്രതിഷേധമുണ്ട്. പക്ഷേ ഇതൊക്കെ പരിഹരിച്ചു തന്നെയാണ് ഇപ്പോൾ മോദി മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് CPI ഉയർത്തിയ വിമർശനങ്ങളാണ് പിണറായി വിജയനെതിരെ. പിണറായിയെ വേണ്ട സമയത്ത് ഇരുത്താൻ CPI തന്നെ മുന്നിട്ടിറങ്ങണമായിരുന്നു എന്നാണ് സംസ്ഥാന സമിതിയിൽ ഇന്നലെ ഉണ്ടായ വിമർശനം. ഇതിനടക്കം നിരവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. കാരണം ഇന്നോ നാളെ ഒരു പക്ഷേ സത്യപ്രതിജ്ഞ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ചുമതല ഏറ്റെടുക്കൽ ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൂന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 11 മണിക്ക് മന്ത്രിമാർ ചുമതലയേൽക്കും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് ഓഫീസിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സുരേഷ് ഗോപിക്ക് പെട്രോളിയം അടക്കമുള്ള പ്രധാന വകുപ്പുകളുടെ ചുമതലയുണ്ട്. ജോർജ് കുര്യന് ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകൾ, കേരളത്തിന് പ്രയോജനം ചെയ്യാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. രാഗേഷ് ചേരുന്നു. രാഗേഷ്, പ്രധാന വകുപ്പുകളെല്ലാം BJPക്കൊപ്പമാണ്, BJPയാണ് കൈവശം വച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഘടകകക്ഷികളുടെ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് സുപ്രധാനമായ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ടാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. സാധാരണഗതിയിൽ ക്യാബിനറ്റ് യോഗത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വകുപ്പുകൾ തീരുമാനമാകാറുണ്ട്. പക്ഷേ ഇന്നലെ ഏറെ വൈകിയാണ് വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈവശം വെക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ ഏതായാലും 10-ലധികം മന്ത്രിമാർ പഴയ വകുപ്പുകൾ തന്നെ മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് പുതുമുഖങ്ങൾ വരുമ്പോൾ പോലും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി തന്നെ തുടരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച സഹകരണ വകുപ്പും അമിത്ഷായ്ക്ക് തന്നെയാണ്. രാജ്നാഥ് സിംഗ് തന്നെയാണ് പ്രതിരോധ മന്ത്രി. ഒപ്പം നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ തുടരുന്നു. S. ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റിരിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ BJP തന്നെ വരുന്നു. നിതിൻ ഗഡ്കരി, ആദ്യ 2 സർക്കാരിൻ്റെ കാലത്തും നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത മന്ത്രി തന്നെയായിരുന്നു. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിലും ഏതായാലും മാറ്റമില്ല. പക്ഷേ JP നഡ്ഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിലവിൽ BJP ദേശീയ അധ്യക്ഷനാണ്. 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. 3ാം മോദി സർക്കാരിൽ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആ വകുപ്പിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം. പക്ഷേ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് JP നഡ്ഡയ്ക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനമായി ഉള്ളത് ഒന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ശിവരാജ് സിംഗ് ചൗഹാനെ കൃഷി വകുപ്പും ഒപ്പം തന്നെ ഗ്രാമവികസന മന്ത്രാലയം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, റെയിൽവേ മന്ത്രാലയത്തിൽ അത് അശ്വിനി വൈഷ്ണവ് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകളൊക്കെ കൊണ്ടുവന്നത്. ഒപ്പം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പായ I&B മിനിസ്ട്രി കൂടി നൽകിയിരിക്കുന്നു. അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തു പോകുന്ന വകുപ്പാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. അതിൻ്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മനോഹർലാൽ ഖട്ടറിനാണ് നഗരവികസനം ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് എൻ്റെയും ചുമതല നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ പീയൂഷ് ഗോയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മന്ത്രി. അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ തന്നെ BJP തന്നെ നിലനിർത്തുന്നു. മാത്രവുമല്ല 10-ലധികം മന്ത്രിമാരുടെയെങ്കിലും വകുപ്പുകളിൽ മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ അല്പമൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ. കാരണം നമുക്കറിയാം സഖ്യകക്ഷി സർക്കാരാണ്, BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭയാണ്. ആ സ്ഥിതിക്ക് കൂടുതൽ വകുപ്പുകൾ ചോദിച്ച പശ്ചാത്തലം ഇപ്പോൾ കൃഷി മന്ത്രാലയമൊക്കെ JDS ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന ആവശ്യം TDPയും JDUവും മറ്റും ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്ഭുതകരമായ കാര്യം, പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും മാറ്റമുണ്ടാകുന്നില്ല. BJP തന്നെ അപ്രമാദിത്വം പുലർത്തുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഈ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിനായത്? രാഗേഷ്, രഞ്ജിത്ത്, 4 വീതം മന്ത്രിസ്ഥാനമാണ് TDPയും JDUവും ചോദിച്ചിരുന്നത്. പക്ഷേ അവർക്കിപ്പോൾ 2 മന്ത്രിസ്ഥാനമാണുള്ളത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒപ്പം ഒരു സഹമന്ത്രി സ്ഥാനവും. അതിൽ തന്നെ TDPയുടെ ക്യാബിനറ്റ് പദവി നോക്കുകയാണെങ്കിൽ
വ്യോമയാന മന്ത്രാലയമാണ് TDPക്ക് ലഭിച്ചത്. ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ പോലും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു, ടാറ്റയുടെ കൈവശമാണുള്ളത്. അപ്പോൾ പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം മോദി സർക്കാരിൽ TDP അംഗമായിരുന്നു. അന്നും ഇതേ വകുപ്പാണ് TDPക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ NDAയുടെ തന്നെ രണ്ടാമത്തെ കക്ഷിയായി നിൽക്കുമ്പോഴും അതേ വകുപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. രാംമോഹൻ നായിഡു ഇത്തവണ മന്ത്രിയാകുന്നു. കഴിഞ്ഞ 2014 അത് അശോക് ഗജപതി രാജുവായിരുന്നു. വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റ് ചില ആവശ്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ BJP വഴങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പ്രത്യേക സാമ്പത്തിക സഹായം, പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ധാരണ ഈ രണ്ട് പാർട്ടികളുമായി ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് തന്നെയായിരിക്കാം ഇപ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. JDUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും JDU ആവശ്യപ്പെട്ട വകുപ്പുകൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം JDU നേരത്തെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വകുപ്പ് ഒന്ന് റെയിൽ മന്ത്രാലയമായിരുന്നു. റെയിൽ മന്ത്രാലയം ഏതായാലും JDUവിന് നൽകിയിട്ടില്ല. അതിനു പുറമെ ജലശക്തി മന്ത്രാലയവും ചോദിച്ചിരുന്നു JDU. അതിലേക്കും ഏതായാലും JDUവിന് ആ മന്ത്രാലയവും ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും JDUവും ഇത്തരത്തിൽ ബീഹാറിനായി പ്രത്യേക പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും JDUവും ഏതായാലും പരിഗണന നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കിരൺ റിജിജു ആണ്. കാരണം റിജിജു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രവിശങ്കർ പ്രസാദ് മാറ്റിയ ശേഷം റിജിജുവിനെ നിയമ മന്ത്രാലയം ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അവസാനത്തെ പുനഃസംഘടനയിൽ റിജിജുവിനെ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്തവണ പാർലമെന്ററി കാര്യ വകുപ്പ് എന്ന സുപ്രധാന പദവിയിലേക്ക് റിജിജു മടങ്ങിയെത്തുകയാണ്. കഴിഞ്ഞ സർക്കാരിൽ പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷവുമായൊക്കെ തന്നെ സഭയുടെ സുഗമമായ നടത്തിപ്പൊക്കെ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കീ പോസ്റ്റിലേക്ക് റിജിജുവിനെ കൊണ്ടുവരുന്നു. ഒപ്പം ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ മന്ത്രിസ്ഥാനവും റിജിജുവിനാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം. ഒപ്പം ചിരാഗ് പാസ്വാൻ അടക്കമുള്ള നേതാക്കൾക്ക് ക്യാബിനറ്റ് പദവി ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഒപ്പം ജിതൻ റാം മാഞ്ചിക്കും സമാനമായ രീതിയിൽ ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ട്. ഈ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ശിവസേന ഷിൻഡായ് വിഭാഗത്തിന്റെയും അജിത് പവാർ വിഭാഗത്തിന്റെയും ഒക്കെ ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം അവരെയൊന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അജിത് പവാർ വിഭാഗത്തിനൊക്കെ 7 MP-മാരുള്ള കക്ഷിയാണ്. 4 MP-മാർക്ക് ഒരു മന്ത്രി തലത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ. പക്ഷേ അതൊന്നും കാര്യമായ പരിഗണന അവർക്ക് ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. മഹായുതി സഖ്യത്തിൽ ചില പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിൽ ഉടലെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട അതിനുശേഷമുള്ള ക്യാബിനറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇത് പരിഹരിക്കാനാവുക? അതോ പ്രശ്നം കൂടുതൽ വഷളാകാനുള്ള സാഹചര്യമാണോ മഹാരാഷ്ട്രയിലുള്ളത്? രാകേഷ്, രഞ്ജിത്ത്, മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യമായി സൂചിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ചത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ NCPയും ശിവസേനയുമാണ്. പക്ഷേ മഹായുതി സഖ്യത്തിലേക്ക് NDAയിലേക്ക് വരുമ്പോൾ ശിവസേന താരതമ്യേന മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. കാരണം ഇപ്പോൾ NDA സഖ്യത്തിൻ്റെ മൊത്തം സീറ്റുകൾ നോക്കുകയാണെങ്കിൽ സഖ്യകക്ഷികളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷി ഷിൻഡെ വിഭാഗം ശിവസേനയാണ്. കാരണം TDPക്ക് 16, JDUവിന് 12, അതിനുശേഷം ഇപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് 7 സീറ്റ്. അവിടെയാണ് ഷിൻഡെ വിഭാഗം ശിവസേന പ്രതിഷേധിക്കുന്നത്. അവരുടെ പരിഭവം അവിടെയാണ് നിൽക്കുന്നത്. കാരണം ഒരു സീറ്റുള്ള ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു. ജിതൻ റാം മാഞ്ചി മന്ത്രിയായി. 5 സീറ്റാണ് ചിരാഗ് പാസ്വാൻ ഉള്ളത്. ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് പദവി നൽകി. അപ്പോൾ എന്തുകൊണ്ട് ശിവസേനയ്ക്ക് അത്തരമൊരു ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്ന ചോദ്യം പരസ്യമായി ചോദിക്കുകയാണ് ശിവസേന. പ്രത്യേകിച്ച് 7 സീറ്റുകൾ നിലവിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ ഏറ്റവും നിർണായകമായ ഒരു നമ്പറാണ്. അപ്പോൾ എന്തുകൊണ്ട് ശിവസേനയെ ഇത്തരത്തിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലോക്സഭയിലെ ശിവസേനയുടെ ചീഫ് വിപ്പായ നേതാവ് തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഏറ്റവും ഗൗരവമായ കാര്യം. ശ്രീരംഗ് ബർണെ അദ്ദേഹമാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, അനീതി നടന്നു, ശിവസേനയോട് അനീതി കാട്ടിയെന്ന പരാമർശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് മഹാരാഷ്ട്രയിൽ. ഈ വർഷം അവസാനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം മാത്രം നൽകിയത് അപമാനിക്കലാണ് എന്നാണ് അവരുടെ പരാതി. നേരത്തെ അജിത് പവാർ പക്ഷവും സമാനമായ പരാതി ആവർത്തിച്ചിരുന്നു. അതിന് BJPയുടെ വാദം അല്ലെങ്കിൽ BJPയുടെ മറുപടി പ്രതീക്ഷിച്ചൊരു പ്രകടനം അജിത്തിൻ്റെ ഭാഗത്തുനിന്ന്, ആ പക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് 1 സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ശിവസേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവർ 7 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. നിലവിലെ കൂട്ടുകക്ഷി സർക്കാരിൽ പ്രധാനപ്പെട്ട നമ്പറാണ് 7 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ
പരിഗണന കിട്ടിയിട്ടില്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അജിത് പക്ഷത്തുള്ള MLA-മാരിൽ പലരും തിരിച്ച് ശരത് പവാർ ക്യാമ്പിലേക്ക് പോകും എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം. പക്ഷേ ഷിൻഡെ വിഭാഗം പ്രതീക്ഷിച്ച പോലെ ഒരു പ്രാതിനിധ്യം കിട്ടാത്ത സാഹചര്യത്തിൽ ആ ക്യാമ്പിലും ഇനി ഒരുപക്ഷെ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതാണ് ആ പാർട്ടി അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ മന്ത്രിസ്ഥാനം ഇന്നാണല്ലോ ഈ മന്ത്രിമാർ ഓഫീസുകളെത്തി സ്ഥാനമേൽക്കുക. അതായത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നേരത്തെയുള്ള മന്ത്രിമാർ തന്നെയാണ്. അതിലൂടെ ഒരു ഭരണ തുടർച്ച, അതായത് പിന്തുടർന്ന് വന്ന വികസന പദ്ധതികൾ, റെയിൽവേ വികസനമായാലും റോഡ് വികസനമായാലുമുള്ള കാര്യങ്ങളിൽ ഒരു തുടർച്ച സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു. കാര്യമായ മാറ്റമില്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങൾ, ഇന്നലെയാണെങ്കിൽ പ്രധാനമന്ത്രി കർഷകരുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഒപ്പിട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം വീടുകൾ കൂടുതലായി നിർമ്മിക്കാൻ 20 കോടിയോളം വീടുകൾ രാജ്യത്ത് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ജനപ്രിയ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ തുടരും എന്നല്ലേ അർത്ഥം? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം മാത്രവുമല്ല, ഇന്നലെ കിസാൻ നിധിയിലാണ് പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത്. 17ാം ഗഡു, അതിൻ്റെ 17ാം ഗഡുവിൻ്റെ ആണ് ആദ്യം ഒപ്പുവെച്ചത്. ഒപ്പം കർഷകർക്കൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. അതിനോടുമായി കൂട്ടി വായിക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കർഷക സമരം നടന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി BJPക്ക് നേരിടുകയുണ്ടായി. പഞ്ചാബിൽ സാധാരണഗതിയിൽ ഗുരുദാസ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP വിജയിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒറ്റ സീറ്റിലും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. ഹരിയാനയിലെ 10 സീറ്റിൽ 5 ഇടത്ത് തോറ്റു, 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ തന്നെ ഇത്തവണ നിലവിലുണ്ടായിരുന്നു. UPയിലും സീറ്റുകൾ കുറഞ്ഞു. ആ ഒരു ഘട്ടത്തിലാണ് ഏതായാലും ഇത്തരമൊരു തീരുമാനം പ്രധാനമന്ത്രിയുടെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പുറമെ പഞ്ചാബിൽ നിന്നൊരു നേതാവിനെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബിട്ടുവിനെ മന്ത്രിസ്ഥാനം നൽകിയെന്നുകൂടി ഇതിനുമായി കൂട്ടി വായിക്കാവുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് നേതാവായിരുന്നു ബിട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് BJPയിലെത്തുന്നു. അങ്ങനെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ പഞ്ചാബിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ BJPയെ ബാധിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പഞ്ചാബിനൊരു മന്ത്രിസ്ഥാനം നൽകുക കൂടി BJP ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഉണ്ടായ പാളിച്ചകൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് മന്ത്രിമാർ ചുമതലയേൽക്കുകയാണ്. 11 മണിയോടുകൂടി ഭൂരിഭാഗം മന്ത്രിമാരും ഓഫീസിലെത്തി ചുമതലയേൽക്കും. ചില മന്ത്രിമാരെങ്കിലും അത് മാറ്റിവെക്കാറുണ്ട്. അടുത്ത ദിവസങ്ങളിലായിരിക്കും ചുമതലയേൽക്കൽ നടക്കുക. പക്ഷേ ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ന് തന്നെ ചുമതലയേൽക്കും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഇന്ന് മോദി സർക്കാരിന്റെ 3ാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേൽക്കുന്ന ദിവസമാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം BJP നിലനിർത്തുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനടക്കം നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ മോദി മന്ത്രിസഭയിലുണ്ട്. ഒപ്പം ജനപ്രിയ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി തന്നെയാകും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ വിചാരിച്ചത്ര ഒരു ഫലം അല്ലെങ്കിൽ ഒരു മെച്ചം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ജനക്ഷേമ പദ്ധതികൾക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഏറെ വിമർശനം ഏറ്റിരുന്ന നിരവധി പദ്ധതികൾ ഒന്ന് പുറകോട്ടടിച്ചേക്കാം. ഒരുപക്ഷെ നിരവധി പ്ലാനുകൾ ഒന്ന് പുറകോട്ട് പോയേക്കാം. അതിനു പകരം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, കാരണം മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കൂട്ടുകക്ഷി സർക്കാരാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ ആദ്യ 2 മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ളതിനേക്കാൾ ഇത്തവണ ഉണ്ടായേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം. സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനും കേരളത്തിലെ 2 കേന്ദ്രമന്ത്രിമാരും ഇന്ന് അവരവരുടെ ഓഫീസുകളെത്തി ചുമതലയേൽക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. പുതുമുഖങ്ങളെ തേടി മുന്നണികൾ. ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് ആലോചന. എസ് വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ആദ്യം പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട് നമുക്കറിയാം ഷാഫി പറമ്പിലെ പോലുള്ള ഒരു അതികായൻ വലിയ പോരാട്ടം നടത്തി കഴിഞ്ഞ തവണ വിജയിച്ച ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് പ്രധാനമായും പരിഗണിക്കുന്ന ആരെയൊക്കെ ആകും. മറ്റ് 2 മുന്നണികൾക്കും നിർണായകമാണ്. കാരണം CPM-ഉം അവിടെ മത്സരം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു. BJP വിജയത്തിൽ കുറഞ്ഞ ഒന്നും ആഗ്രഹിക്കുന്നില്ല താനും. ഈ കുറഞ്ഞപക്ഷം കോൺഗ്രസിനും BJPക്കുമെങ്കിലും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. പാലക്കാട് UDF-ൽ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ VT ബൽറാമിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെ നൽകണം എന്ന് തന്നെയാണ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ VT മികച്ച സ്ഥാനാർത്ഥിയാണ്, VTക്കും അവസരം കൊടുക്കണം എന്നൊരു വിഭാഗം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം തൃത്താലിൽ തോറ്റ VTക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ VTയെ പോലെ ഒരാളെ ഇറക്കിക്കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത കൂടി
കൂടി എന്തായാലും പാലക്കാട് പറയുന്നുണ്ട്. എന്തായാലും UDF-ന്റെ അകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കും. വരുന്ന 6 മാസത്തിനകം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 2 തവണയും UDF-ന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാരണം UDF-ന്റെ ഇവിടെ നിലവിൽ 3 പഞ്ചായത്തുകളും ഒപ്പം തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. ഈ 3 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. മുനിസിപ്പാലിറ്റിയാണ് BJP. പ്രധാനമായും BJPക്ക് നഗരം കേന്ദ്രീകരിച്ച് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ള കാര്യത്തിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊന്ന് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒരു പുതുമുഖത്തെ എന്തായാലും ഇറക്കണം എന്നുള്ളൊരു നിലപാടാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതേസമയം C. കൃഷ്ണകുമാറിന് വീണ്ടും മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ C. കൃഷ്ണകുമാറിന് നൽകുന്നതിനേക്കാൾ നല്ലതൊരു പുതുമുഖമായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ പരീക്ഷിച്ച പോലെ ഒരു സെലിബ്രിറ്റിയോ മറ്റോ പരീക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ തവണ നമുക്കറിയാം മെട്രോമാൻ E. ശ്രീധരനെയായിരുന്നു പരീക്ഷിച്ചത്. അത് ഏറെക്കുറെ ഗുണം ചെയ്തു എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് BJPക്ക് അകത്തുള്ളത്. അത്തരത്തിൽ ജനസമ്മതനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ പോലുള്ള അത്തരത്തിലുള്ള ഒരാളെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനാണ് BJP ആലോചിക്കുന്നത്. LDF-ന്റെ കാര്യത്തിൽ LDF-ന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ AV ഗോപിനാഥിന്റെ ഉൾപ്പെടെ നമുക്കറിയാം AV ഗോപിനാഥ് മുൻ DCC പ്രസിഡന്റ് ആണ്. ഇപ്പോൾ LDF-വുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം LDF-ന് പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് നിർണായകമാണ്. തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം ഉള്ളത്. എന്തായാലും അദ്ദേഹത്തെ വീണ്ടും അയാൾ ജനസമ്മതനായ ആളാണ്. അതുപോലെ തന്നെ ഈ പാലക്കാടിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ്. ഇപ്പോൾ LDF-വുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയൊരു ടീം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് അദ്ദേഹത്തെ LDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട്. എന്തായാലും അതേക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കരയിൽ രാധാകൃഷ്ണന് പകരം LDF-ൽ നിന്ന് UR പ്രദീപിന്റെ പേരാണ് കേൾക്കുന്നത്. നമുക്കറിയാം പ്രദീപ് കഴിഞ്ഞ ടൈമിൽ MLA ആയിരുന്നു. ഒറ്റ തവണ മാത്രമാണ് MLA ആയിട്ടുള്ളത്. അതിനുശേഷം K. രാധാകൃഷ്ണന് വഴിമാറി കൊടുക്കുകയായിരുന്നു. രാധാകൃഷ്ണന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അദ്ദേഹത്തെ വീണ്ടും ശക്തമായിട്ടുണ്ട്. ഒരു മണ്ഡലമല്ലേ വിനേഷ്? പ്രത്യേകിച്ചും രാധാകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായ ആ സ്വാധീനം, അദ്ദേഹത്തിന്റെ സ്വാധീനം അവിടെ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസും എന്താണ് അവിടുത്തെ ഒരു സാധ്യത? കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? രമ്യ ഹരിദാസിന്റെ പേര് ശക്തമായി കേൾക്കുന്നുണ്ട്. കാരണം രമ്യ അങ്ങനെ ഒരു മുഖമാണ് അവിടെ. ഇത്തവണ പരാജയപ്പെട്ടു എങ്കിൽ പോലും രമ്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുൻഗണന കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? രമ്യയുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകൾ കോൺഗ്രസിലുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. എങ്ങനെയാകും ആ തരത്തിലുള്ള ഒരു തീരുമാനം? രമ്യയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും പാർട്ടി ഉടനെയൊന്നും എത്തില്ല. കാരണം രമ്യയ്ക്ക് വലിയൊരു എതിർപ്പ് അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതായത് രമ്യ ഹരിദാസ് അല്ല ഇവിടെ മത്സരിക്കേണ്ടത്, ഇവിടെ ഈ മണ്ഡലത്തെ അറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തയ്യാറാവണം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ള രീതിയിൽ ചില പോസ്റ്ററുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ ചേലക്കര ഭാഗത്ത്. അതുകൊണ്ട് തന്നെ രമ്യയെ മത്സരിപ്പിക്കരുതെന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തവണത്തെയും രമ്യയുടെ പെർഫോമൻസ്, അതായത് ആലത്തൂർ മണ്ഡലത്തിലെ പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കാം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. നമുക്കറിയാം ഇത്തവണ ആലത്തൂരിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം BJPയിലേക്ക് വോട്ട് ചോർന്നത് കൊണ്ട് തന്നെയാണ്. 98,000-ഓളം വോട്ടുകൾ പോകുന്നു. രാധാകൃഷ്ണന് 30,000 വോട്ടുകൾ മാത്രമാണ് കൂടുതൽ രമ്യ ഹരിദാസിന്റെ വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രമ്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കണം ചേലക്കരയിൽ എന്നുള്ളൊരു നിലപാടുകൂടി അതും വരും. ഒപ്പം തന്നെ BJPയിലേക്ക് എത്തുമ്പോൾ സരസു മികച്ച പ്രകടനം ആലത്തൂരിൽ കാഴ്ചവെച്ചതുകൊണ്ട് ചേലക്കരയിൽ സരസുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും എന്തായാലും സജീവമാകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകും, കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കേൾക്കും. അതിൽ എന്ത് തീരുമാനത്തിലെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണേണ്ടി വരും. ഏതായാലും 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പാലക്കാടും ഒപ്പം ചേലക്കരയുമാണ് ഈ 2 പ്രധാന സ്ഥലങ്ങൾ എന്നത് ചേർത്ത് വായിക്കണം. രണ്ടിടത്തും 2 മുന്നണികൾക്കും BJPക്കും, പാലക്കാട്ടൊക്കെ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു നിയമസഭാ സീറ്റാണ്. കഴിഞ്ഞ തവണ വലിയ പോരാട്ടം നടത്തിയ ശേഷമാണ് അവിടെ E. ശ്രീധരൻ എന്ന മെട്രോമാൻ പരാജയപ്പെട്ടത് ഷാഫി പറമ്പലിനോട്. ഒരുപാട് ജാതി സമവാക്യങ്ങൾ, സാമൂഹ്യ സമവാക്യങ്ങളൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിൽ തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യസഭാ സീറ്റ് 2 ഘടകകക്ഷികൾക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്യാനുള്ള CPM തീരുമാനം മുന്നണിയുടെ ഭാവി കൂടി മുന്നിൽ കണ്ടാണ്. കേരള കോൺഗ്രസ് എമ്മിനെ
പിണക്കിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക CPM-നുണ്ട്. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ തുടരേണ്ടത് മധ്യകേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അനിവാര്യമാണെന്നും CPM നേതൃത്വം വിലയിരുത്തുന്നു. 24 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭയിലേക്ക് പാർട്ടി പ്രതിനിധിയായി അവസരം CPM വേണ്ടെന്ന് വെക്കുന്നത്. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി CPM രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇടതുമുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തത്. ഇതോടെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും, രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം CPI-യിൽ നിന്ന് PP സുനീറും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യും. നമുക്കറിയാം, നേരത്തെ ആനി രാജയുടെയും ഒപ്പം തന്നെ പ്രകാശ് ബാബുവിൻ്റെ അടക്കമുള്ള പേരുകൾ ഉയർന്നു കേട്ടുവെങ്കിലും ഈ രണ്ട് പേരുകളും മറികടന്നാണ് ഒടുവിൽ PP സുനീറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്തത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇരു പാർട്ടികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സീറ്റുകളിൽ തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് CPM-നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM ഇപ്പോൾ തയ്യാറാകുന്നത്. അതിൽ പ്രധാനമായും കേരള കോൺഗ്രസ് എം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങൾ UDF-ൽ നിന്ന് മുന്നണിയിലേക്ക് വന്ന സമയത്ത് ഓരോ അംഗങ്ങളുള്ള, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തിയത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും. അത് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യോഗത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിനുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റിൻ്റെ ടേം തീരുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ആ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് തന്നെ നിലനിർത്തട്ടെ എന്നുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് അർഹമായ അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുത്തതുപോലെ തന്നെ CPI-ക്കായിരുന്നു നേരത്തെ ബിനോയ് വിശ്വമായിരുന്നു ഈ ഒരു സീറ്റ് കൈകാര്യം ചെയ്യുന്നത്. ആ സീറ്റ് ഇപ്പോൾ PP സുനീർ നൽകാൻ CPI എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നടപടിയെ എന്തായാലും യോഗം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPI-ക്ക് വിട്ടുതരിക, അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. LDF-ലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDF-ന്റെ താൽപര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPI-എമ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDF-ന്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ വിട്ടുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു. അതേസമയം ഈ ഒരു തീരുമാനത്തിനെതിരെ RJD രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിൽ CPI-ക്ക് സീറ്റ് നൽകുന്നതിനെ ആണ് ഇത്തരത്തിൽ RJD രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. കാരണം MP ശ്രേയംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സീറ്റ് നൽകിയത് CPI-ക്കാണെന്ന് വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗത്തിൽ പ്രധാനമായും നിലപാടെടുത്തത് RJD-യെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. അതായത് RJD-യുടെ വാദം ശരിയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി സംസ്ഥാനത്തെ ഒരു മുന്നണിയിൽ ഒരു റൊട്ടേഷൻ വ്യവസ്ഥ കൊണ്ടുവരുന്നുള്ള അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അത് ആ രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി യോഗം കൈക്കൊള്ളുകയും ചെയ്തു. ഇതിനിയുള്ള രാജ്യസഭാ സീറ്റുകൾ ആ വ്യവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഇടതുമുന്നണി യോഗം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യസഭാ സീറ്റുകളിലേക്കും ഒന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒരു സീറ്റ് CPI-യുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കും. അതാണ് സാഹചര്യം. കാനം രാജേന്ദ്രന്റെ കാലശേഷവും CPI-യിൽ കാനം ഗ്രൂപ്പിന്റെ ആധിപത്യം. കാനത്തിന്റെ പകരക്കാരനായി ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ബിനോയ് വിശ്വം എത്തി എന്നതാണ് ആകെയുള്ള മാറ്റം. ഇന്നലെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രകടമായത് ഇതായിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ കാനം അനുയായികളായിരുന്ന യുവനേതാക്കൾ ഒന്നിച്ച് വലിയ തർക്കത്തിന് ശേഷമായിരുന്നു PP സുനീറിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. BV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, പ്രധാനമായും പ്രകാശ് ബാബുവിൻ്റെ പേര് 2ാം തവണയാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത്. അദ്ദേഹം അതിനർഹതയുള്ള ആളുമാണ്. CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ദീർഘകാലമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ 2ാം തവണയും അദ്ദേഹത്തെ അവഗണിക്കുമ്പോൾ അത് വലിയ തർക്കത്തിനും വലിയ ചർച്ചകൾക്കും ഇടയാക്കിയ ശേഷമായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് പ്രകാശ് ബാബു ക്യാമ്പ് തയ്യാറായിട്ടുണ്ടോ?
രഞ്ജിത്ത്, വലിയ അഭിപ്രായ വ്യത്യാസം ഇന്നലെ CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ ഉയർന്നു വന്ന പേര് കെ പ്രകാശ് ബാബുവിൻ്റേതാണ്. പക്ഷേ ഇന്നലെ ചർച്ച തുടങ്ങുമ്പോഴും പ്രകാശ് ബാബുവിൻ്റെ പേര് എൻ രാജൻ, GRN തുടങ്ങിയ ആളുകൾ മുന്നോട്ട് വച്ചു. ചന്ദ്രശേഖരൻ, കാസർഗോഡ് നിന്നുള്ള നേതാവ് ചന്ദ്രശേഖരൻ അതിനെ പിന്തുണച്ചു. പക്ഷേ പൊടുന്നനെയാണ് ബിനോയ് വിശ്വം, ഒരു ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആൾ അവിടേക്ക് പോട്ടെ, PP സുധീറിനെ നേരത്തെയും പാർലമെന്റിലേക്ക് അയക്കണമെന്ന കാനമുള്ളപ്പോൾ തന്നെ ഉള്ള ചർച്ച ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് PP സുധീറിന്റെ പേര് വയ്ക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബിനോയ് വിശ്വമാണ്. അതിനെ നേരത്തെ കാനം ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരുന്ന കാനത്തിന്റെ വിശ്വസ്തരായിരുന്ന K രാജനും രാജ്യസഭാ കൂടിയ സന്തോഷ് കുമാറും P പ്രസാദ് ഉൾപ്പെടെയുള്ളവർ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. വലിയ തർക്കങ്ങൾക്കൊടുവിലാണ് ഒടുവിൽ PP സുധീർ എന്ന പേരിലേക്ക് എത്തിച്ചേർന്നത്. അതായത് കാനം രാജേന്ദ്രന്റെ കാലശേഷവും കാനത്തിനൊപ്പം നിന്നവരുടെ വലിയൊരു അപ്രമാദിത്യം ഇപ്പോഴും CPIയിൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. നേരത്തെയൊക്കെ ഇസ്മായിൽ പക്ഷം ഉണ്ടായിരുന്നെങ്കിലും കാനത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പൂർണ്ണമായും ഇസ്മായിൽ പക്ഷത്തെ വെട്ടിനിർത്തി സമ്പൂർണ്ണ ആധിപത്യം കാനം രാജേന്ദ്രന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച ഇപ്പോഴും CPIയിൽ നടക്കുന്നു എന്ന് വേണം പറയാൻ. ബിനോയ് വിശ്വം ആ സ്ഥാനത്തെ, കാനം രാജേന്ദ്രന്റെ സ്ഥാനത്തേക്ക് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം വരുമ്പോൾ ബിനോയ് വിശ്വം തന്നെ ഈ ഒരു ടീമിന്റെ മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവനേതാക്കൾ, നേരത്തെ കാനത്തിനൊപ്പം യുവനേതാക്കൾ പൂർണ്ണമായും ബിനോയ് വിശ്വത്തിന് ഒപ്പം അണിനിരക്കുന്നു. അങ്ങനെയാണ് പ്രകാശ് ബാബുവിന്റെ പേര് വെട്ടിപ്പോയത്. മറുവശത്ത് അങ്ങനെ കൃത്യമായ ഒരു ചേരി എന്ന രീതിയിലേക്ക് ഉള്ള ശക്തി ഇപ്പോഴത്തെ പ്രകാശ് ബാബുവിനൊപ്പമുള്ളവർക്കില്ല. തിരുവനന്തപുരം, കൊല്ലത്ത് നിന്നുള്ള നേതാക്കളാണ് പ്രധാനമായും എൻ രാജനും പ്രകാശ് ബാബുവും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രധാനമായും ആ ചേരിക്കൊപ്പമുള്ളത്. അവിടെ ചന്ദ്രശേഖരനും, നേരത്തെ കാനത്തിന്റെ വിശ്വസ്തനായ ചന്ദ്രശേഖരൻ കാനത്തിന്റെ അവസാന സമയത്തൊക്കെ പൂർണ്ണമായും കാനത്തിന് എതിരായി പല തീരുമാനങ്ങളും പല ചർച്ചകളിലും പങ്കെടുക്കുകയും അങ്ങനെയും കാനത്തിനെതിരായ നിലപാടുകൾ എടുത്തു വന്ന ആളാണ്. അദ്ദേഹവും ഇപ്പോൾ ഓർക്കൊപ്പം ഉണ്ടെങ്കിൽ പോലും ഒരു ശാക്തിക ബലാബല ചേരിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് എതിർപക്ഷമുള്ളത്. പൂർണ്ണമായും കാനം അനുകൂലികൾ CPIയുടെ, കാനത്തിന് ശേഷവും CPIയുടെ സമ്പൂർണ്ണ ആധിപത്യം ആ വിഭാഗത്തിൽ തന്നെയെന്ന് വേണം ഇന്നലെ ചർച്ചകളിലും വ്യക്തമാകും. ഇതിന് വലിയ അമർഷമൊക്കെ കീഴ്ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മേളിലേക്ക് ആ ഒരു ചർച്ചാ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംഘടനാശേഷി അല്ലെങ്കിൽ ആൾബലം അവർക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകാശ് ബാബുവിനെ പോലെ നിയമസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളെ പാർലമെന്റിലേക്ക് അയക്കണം, കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി സഭാ നടപടിയിൽ പങ്കെടുത്തിരുന്ന ആളാണ് പ്രകാശ് ബാബു. അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാൻ നേരത്തെ പലതവണ ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അപ്പോഴെല്ലാം വെട്ടിപ്പോയി. ഇപ്പോൾ PP സുധീർ ഈ ഗ്രൂപ്പ് ബലത്തിന്റെ അല്ലെങ്കിൽ കാനം പക്ഷത്തിന്റെ ഒരു ശക്തിയുടെ പേരിൽ തന്നെയാണ് PP സുധീറിനെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയക്കാൻ CPI തീരുമാനമെടുത്തത്. വലിയ അമർഷം കീഴടങ്ങൾക്കുണ്ട്. എന്നാൽ അത് മേളിലോട്ട് അത്തരത്തിലുള്ളൊരു ചർച്ച വരാനോ അല്ലെങ്കിൽ അത്തരമൊരു എതിർപ്പുയർത്താനുള്ള ശേഷി എതിർവിഭാഗത്തിനില്ല. ഒപ്പം ഈ 4 ലോക്സഭാ സീറ്റുകൾ മത്സരിച്ച 4 ലോക്സഭാ സീറ്റുകളിലും പരാജയപ്പെട്ട ഒരു പാർട്ടിയായി CPI മാറിയിരിക്കുകയാണ്. മാവേലിക്കരയിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ചങ്ങനാശ്ശേരിയിലടക്കം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വോട്ട് ചോർച്ചയിൽ അല്ലെങ്കിൽ വോട്ടെണ്ണം കുറഞ്ഞതിലൊക്കെയുള്ള പരാജയമാണ്. അവിടെ സ്വാഭാവികമായും മാവേലിക്കരയിലെങ്കിലും വിജയം പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ ചർച്ചയായോ? ആ തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ യോഗത്തിൽ ഉയർന്നോ അരുൺ? വിശദമായ ചർച്ച പിന്നീട് ചേരുന്ന CPI സംസ്ഥാന കൗൺസിലാകെ ഉണ്ടാകും. ഇതിന് പ്രധാനമായ രാജ്യസഭാ സീറ്റായിരുന്നു അജണ്ടയായി ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ ചർച്ചയായി. മുഖ്യമന്ത്രിക്കെതിരെയാണ് പ്രധാനമായും വിമർശനം. ഇന്നലെയും അരുണാണ് തുടരുന്നത്. ഏതായാലും CPIയുടെ യോഗത്തിൽ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടായി എന്നുള്ളതാണ്. പ്രകാശ് ബാബുവിൻ്റെ പേരാണ് പല ഘട്ടങ്ങളിലും പരിഗണിക്കപ്പെട്ടിരുന്നത്. തുടർച്ചയായ 2ാം തവണയും പ്രകാശ് ബാബു രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ അതില്ലാതായിരിക്കുന്നു. PP സുനീർ എന്ന CPI അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പേരാണ് കാനം പക്ഷം മുന്നോട്ട് വെച്ചത്. കാനം പക്ഷം കാനരാജേന്ദ്രൻ ജീവിച്ചിരിക്കുന്നതായെങ്കിൽ പോലും CPIയിൽ ഇപ്പോഴും കാനം പക്ഷത്തിൻ്റെ വലിയ അപ്രമാദിത്വമുണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ പ്രകാശ് ബാബുവിനെ പരിഗണിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടായ മറ്റൊരു പ്രധാന സംഭവവികാസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുണ്ടായി CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ അടക്കമുള്ള വാർത്തകളിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ങ്ങളുമായി ബന്ധപ്പെടുന്ന 3 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ്. ഫിഷറീസ് ആയാലും കേരളവുമായി ബന്ധപ്പെട്ടതാണ്. മൃഗപരിപാലനവും ഡയറിയും എന്ന് പറയുന്നതും കേരളത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് അതില്ല. അദ്ദേഹത്തിന് ടൂറിസം വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനവും പെട്രോളിയം പ്രകൃതിവാതക
പ്രകൃതിവാതക വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ടൂറിസം ജനങ്ങളുമായും കേരളവുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ട വകുപ്പ് തന്നെയാണ്. പക്ഷേ പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ ആ വകുപ്പിൻ്റെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ്. പക്ഷേ അത് നേരിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒന്നല്ല. പക്ഷേ ടൂറിസം വകുപ്പ് അങ്ങനെയല്ല, കേരളവുമായും ഒക്കെ നേരിട്ട് ബന്ധപ്പെടുന്നതും കേരളത്തിൻ്റെ വികസനത്തെ സഹായിക്കുന്നതുമായ വകുപ്പ് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാന 4 വകുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രധാന BJPയുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെയാണ് ഈ വകുപ്പുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പേരുകാരനെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും രാജ്നാഥ് സിംഗിൻ്റെ പേര് തന്നെയാണ്. രാജ്നാഥ് സിംഗ് ആണ് പാർട്ടിയുടെ സീനിയോറിറ്റി അനുസരിച്ച് ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ആദ്യം BJPയുടെ അധ്യക്ഷനായിരുന്ന ആൾ. ഏറ്റവും സീനിയറായ നേതാവ് രാജ്നാഥ് സിംഗ് തന്നെയാണ്. രാജ്നാഥ് സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് ആദ്യം വന്ന അതിനുശേഷമാണ് പിന്നീടുള്ളവരൊക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1ാം സ്ഥാനം നൽകിയിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധകാര്യ മന്ത്രിസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. രണ്ടാമത് പിന്നീട് പാർട്ടി ദേശീയ അധ്യക്ഷനായ അമിത്ഷായുടെ പേരാണ്. അദ്ദേഹത്തിന് ഹോം അഫയേഴ്സ് തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനും സഹകരണ വകുപ്പും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ്. മറ്റേത് വീണ്ടും അടുത്ത അധ്യക്ഷനായി വന്നിരിക്കുന്ന നിതിൻ ഗഡ്കരിയുടെ പേരാണ്. നിതിൻ ഗഡ്കരിക്ക് കഴിഞ്ഞ അവിടുത്തെ വകുപ്പ് തന്നെയാണ്. റോഡ് ഗതാഗത വകുപ്പും ഹൈവേസ് വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം JP നദ്ദയാണ് നിലവിലെ അധ്യക്ഷൻ. ആ ക്രമം അങ്ങനെയാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. ജോർജ് കുര്യനാണ് സാമാന്യം ഭേദപ്പെട്ട വകുപ്പുകൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ന്യൂനപക്ഷ മോർണിംഗ് വൈബ്സ് തുടരുന്നു. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നിരുന്നു. പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചു. ശക്തമായ വിമർശനം ചില പ്രയോഗങ്ങളൊക്കെ നടത്തി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ മന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നും സഭാ സമ്മേളനമുണ്ട്. +1 സീറ്റ് പ്രതിസന്ധി ആകും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുക എന്ന വിവരമാണ് പുറത്തുവരുന്നത്. മലബാർ മേഖലയിലടക്കം +1ന് മതിയായ സീറ്റുകൾ ഇല്ലെന്ന പരാതിയാകും അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരിക. തദ്ദേശ വാർഡ് വിഭജന ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ പാസാക്കിയതിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധിക്കും. ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പുമാണ് മറ്റൊരു പ്രധാന അജണ്ട. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, പ്രതിപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമൊക്കെ വലിയ ആയുധമാണ്. സ്വാഭാവികമായും വിവിധങ്ങളായ വിഷയങ്ങളും അവർക്ക് സഭയിൽ ഉന്നയിക്കാനുണ്ട് താനും. ഇന്നും ശക്തമായ ഭാഷയിലായിരിക്കുമോ പ്രതിപക്ഷത്തിന്റെ നീക്കം സഭയിൽ? ഇത് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി, മലബാറിൽ മാത്രമല്ല കേരളത്തിലുടനീളം +1 സീറ്റിന്റെ അപര്യാപ്തതയുണ്ട് പലയിടത്തും. അതിൽ മലബാറിൽ വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള. ഇത്തവണ അത് പരിഹരിക്കാൻ സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് പൂർണ്ണമായും ഫലം കണ്ടില്ല. അത് ആ വിഷയമാണെന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരിക. പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനം ആ വിഷയത്തിൽ നേരത്തെ സർക്കാരിനെതിരെ ഉള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം വാർഡ് വിഭജനം. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ വിഭജിക്കാനുള്ള എല്ലാ വാർഡുകളിലും കുറഞ്ഞത് എല്ലാ തദ്ദേശ സ്ഥാപനം കുറഞ്ഞ ഒരു വാർഡെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള ബില്ല് നേരത്തെ ഓർഡിനൻസായി കൊണ്ടുവരാനുള്ള നീക്കം ഗവർണറുടെ എതിർപ്പിനെ തുടർന്ന് സർക്കാർ ആ നീക്കത്തിന് പിന്മാറിയിരുന്നു. ഇപ്പോൾ ബില്ലായി ഇന്നലെ സഭയിൽ അത് ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ ബാർക്കോഴ ആരോപണത്തെ തുടർന്നുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസും അതുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾക്കുമിടയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുമെന്നായിരുന്നു നിയമസഭയുടെ കാര്യപരിപാടിയിൽ അജണ്ടയിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ബഹളത്തിനിടയിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാനുള്ള തീരുമാനം ഭേദഗതി ചെയ്തുകൊണ്ട് ബില്ല് പാസ്സാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഇത്തരത്തിൽ ചർച്ച കൂടാതെ പാസ്സാക്കിയത്. പ്രതിപക്ഷ ബഹളമാണെന്ന് കാരണം സർക്കാർ പറയുമ്പോഴും സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി യോഗത്തിൽ ഇതിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകുമായിരുന്നു. സബ്ജക്ട് കമ്മിറ്റിയിൽ പോയ ശേഷം അവിടുത്തെ റിപ്പോർട്ടിംഗ് ശേഷം തിരികെ സഭയിലേക്ക് വരുമ്പോൾ വീണ്ടും ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് വീണ്ടും ചർച്ചയ്ക്ക് പ്രതിപക്ഷങ്ങൾക്ക് അവസരമുണ്ടാകുമായിരുന്നു. അതിനൊന്നും ഇടകൊടുക്കാതെ സർക്കാർ ഇന്നലെ ഈ ബില്ല് പാസ്സാക്കുകയായിരുന്നു. അത് ജനാധിപത്യ വിരുദ്ധമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ പരാതി ഉന്നയിച്ചാണ് ഇന്നലെ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയത്. ഇന്ന് സഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. സഭയിൽ പ്രതിപക്ഷ ബഹളങ്ങൾ പതിവാണ്, പലപ്പോഴും ഉണ്ടാകാറുണ്ട്, അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ ബഹളം വരുമ്പോൾ സാധാരണഗതിയിൽ സ്പീക്കർ സഭ നിർത്തിവെച്ച് ഭരണ പ്രതിപക്ഷങ്ങളുമായി ചർച്ച ചെയ്ത് വീണ്ടും സഭ നടത്തിക്കൊണ്ടുപോവുകയാണ് രീതി. എന്നാൽ ഇന്നലെ അതുണ്ടായില്ല. ബഹളത്തിന്റെ പേരിൽ സഭ നടപടികൾ ഇന്നലത്തേക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനൊപ്പമാണ് ഈ ബില്ലും പാസ്സാക്കിയെടുത്തത്. അങ്ങനെ പാസ്സാക്കിയത് ചർച്ചയ്ക്ക് അവസരം കൊടുക്കാത്തത് പ്രതിപക്ഷങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ആ വിഷയം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് സാധ്യത. ഏതായാലും സഭയിൽ ഇന്നും പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ തന്നെയായിരിക്കും പ്രതിപക്ഷ നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വർദ്ധിച്ച വീര്യത്തോടുകൂടിയാണ് പ്രതിപക്ഷം സഭയിൽ ഇടപെടുന്നത്. മറ്റൊന്നുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം പ്രതിപക്ഷത്തിന് ഊർജ്ജം പകർന്ന പശ്ചാത്തലമുണ്ട്. ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ളതും
പ്രതിപക്ഷത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, കശ്മീരിലെ റിയാസിയിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ വെടിയേറ്റാണ് മരിച്ചത്. അക്രമികൾക്കായി വ്യാപക അന്വേഷണവും ആരംഭിച്ചിരുന്നു. തീവ്രവാദി ആക്രമണത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് 6 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 4 പേർ രാജസ്ഥാനിൽ നിന്നുള്ളവരും 3 പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരുമാണെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗാസയുടെ പുനർനിർമ്മാണവും നിർദ്ദേശിക്കുന്നതാണ് പ്രമേയം. റഷ്യ മാത്രമാണ് വിട്ടുനിന്നത്. പ്രമേയത്തിൽ അമേരിക്ക അടക്കം മറ്റെല്ലാ രാജ്യങ്ങളും പിന്തുണ അറിയിച്ചിരുന്നു. ഇതിനിടെ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ US ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി. ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ചർച്ച നടത്തി. മെയ് 31-ന് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതെങ്ങുമെത്താത്ത പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഇതിനിടെ മധ്യ ഗാസയിലും കിഴക്കൻ റഫയിലും ഇസ്രായേൽ സൈന്യം ബോംബിങ്ങും ഷെല്ലാക്രമണവും നടത്തി. ഇതിനിടയിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 40ആണ്. 218ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന ദുഃഖകരമായ വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. കുർബാന ഏകീകരണത്തിനെ ചൊല്ലിയുള്ള തർക്കം സിറോ മലബാർ സഭയിലെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഏകീകരിച്ച കുർബാന ചൊല്ലാത്തവർ സഭയ്ക്ക് പുറത്താണെന്ന സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം തള്ളിയതോടെ കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് ഔദ്യോഗിക പക്ഷം നീങ്ങുമെന്ന് ഉറപ്പായി. എന്നാൽ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് വൈദികരും വിശ്വാസികളും അടങ്ങുന്ന വിമത വിഭാഗം വ്യക്തമാക്കിയതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതിഗതികൾ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, ഒരുപാട് ശ്രമങ്ങൾ ഈ വിഷയം പരിഹരിക്കാൻ വിവിധ തലങ്ങൾ നടന്നതാണ്. പക്ഷേ 2 കൂട്ടരും, ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗം എന്ന് പറയുന്ന മറുവിഭാഗവും അവരുടെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ പരിഹാര ശ്രമം പുരോഗമിക്കുന്നത്? അതോ ഇത് സഭയുടെ തന്നെ ഒരു പിളർപ്പിലേക്ക്, അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? രഞ്ജിത്ത്, ഇതൊരു പിളർപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യങ്ങൾ ഏതാണ്ട് ആ സ്ഥിതിയിലേക്ക് അത്രത്തോളം അടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരും തയ്യാറാകാത്ത രീതിയിൽ തന്നെ പോകുന്നു. കുർബാന ഏകീകരണം എന്നത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമനുസരിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കിയതാണെന്ന് ഔദ്യോഗിക പക്ഷം നിലപാടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നു. ഇതിൽ എല്ലാവരുടെയും തന്നെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന് സിനഡിൻ്റെയും അതിനുശേഷം മാർപ്പാപ്പയുടെയും എല്ലാം തന്നെ അംഗീകാരത്തോടുകൂടി ഇത് നടപ്പാക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇത് നടപ്പാക്കിയെടുക്കാനുള്ളൊരു സമയവും സാഹചര്യവും എല്ലാം തന്നെ അനുവദിച്ചതാണ്. പക്ഷേ അതിനെ തുടക്കം മുതൽ തന്നെ എതിർക്കപ്പെടുകയാണ്. അതിന് വലിയ കാരണങ്ങളൊന്നും പറയുന്നില്ല. സഭ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ്. അതിൽ വിശ്വാസികളും അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് പറയുന്നു. ഇതനുസരിച്ചുകൊണ്ട് വത്തിക്കാൻ ഇടപെട്ടുകൊണ്ട്, സിനഡ് ഇടപെട്ടുകൊണ്ട് പലതവണ അനുരഞ്ജനങ്ങൾ, അതോടൊപ്പം തന്നെ വത്തിക്കാൻ പ്രതിനിധികൾ ഇവരെല്ലാവരും വന്നുവെങ്കിലും വലിയ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ഈ സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കാത്ത, ദർശനങ്ങൾക്ക് നിരക്കാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളാകെ പള്ളിക്കകത്ത് തന്നെ കാണുകയും ചെയ്തു. പക്ഷേ പിന്നീട് കുറച്ചു കാലത്തേക്ക് അത് ഒരു സമവായത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതകളിലേക്ക് പോയി. വീണ്ടും ഇത് പുതിയ സർക്കുലറിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രതിഷേധം കനക്കുകയാണ്. ഒരു ഭാഗത്ത് വിമത വിഭാഗം എന്ന് പറയുന്ന വിശ്വാസികൾ സംഘടിച്ചുകൊണ്ട് അവർക്ക് ഏതാണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അവർ മുഴുവനായിട്ട് തന്നെ പിന്തുണ നൽകുന്നൊരു സാഹചര്യം. 300 പേരോളം തരുന്ന ഒരു വൈദികരുടെ സംഘം തന്നെ, ഏതാണ്ട് അത്രത്തോളം വൈദികരാണ് ഇവിടെ ഉള്ളത്. അത്രയും വൈദികർ സഭയുടെ നിലപാടുകൾക്ക്, ആർച്ച് ബിഷപ്പിൻ്റെ നിലപാടുകൾക്ക്, വത്തിക്കാൻ്റെ നിലപാടുകൾക്ക് എതിർത്ത് നിന്നുകൊണ്ട് തങ്ങൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ജൂലൈ 4-നകം ഇങ്ങനെ ഏകീകരിച്ച കുർബാന ചൊല്ലാത്തവർ സഭയ്ക്കകത്ത് ഉണ്ടാകില്ല എന്ന്
കൃത്യമായ രീതിയിൽ പറയുമ്പോൾ ഇതിന് സിനഡിൻ്റെ അംഗീകാരമില്ല, വളരെ പെട്ടെന്ന് ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് വിമത വിഭാഗം ആരോപിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണ്. ബസലിക്ക ഏതാണ്ട് 1 വർഷത്തോളം തന്നെ ഇത് അടച്ചിടേണ്ട ഒരു സാഹചര്യം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളുമെല്ലാം ആ രീതിയിലേക്ക് പോകുന്നു. ഇനി സർക്കുലർ വായിക്കേണ്ടതാണ് പള്ളികളിലെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം പള്ളികളിൽ വായിക്കും എന്നതും വലിയ വിഷയത്തിലേക്ക് വരുന്നു. സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഈ രീതിയിലുള്ള തർക്കവിതർക്കങ്ങൾ നിലനിൽക്കുന്നത്. വലിയ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ തർക്കങ്ങളിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാര്യങ്ങൾ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അന്വയ ശ്രമങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാകുന്നില്ല. ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു വാർത്ത, പന്തീരാങ്കാവ് ഗാർഹിക പീഡനവുമായി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ വലിയൊരു ട്വിസ്റ്റാണ്. അതായത് മർദ്ദനമേറ്റ യുവതിയും കുടുംബവും 2 തട്ടിലേക്ക് മാറുന്നു. ഭർത്താവ് രാഹുലിനെതിരായ പരാതികളിൽ നിന്ന് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് യുവതി പിന്മാറിയ യൂട്യൂബ് വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വീട്ടുകാർ നിർബന്ധത്തിലാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചുവെന്നുമൊക്കെ യുവതി വെളിപ്പെടുത്തിയ സാഹചര്യം കണ്ടു. പിന്നാലെ യുവതിയെ കാണാനില്ലെന്ന് അച്ഛൻ പോലീസിൽ നൽകിയ പരാതി, അത് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ താൻ സുരക്ഷിതയാണെന്ന് മറ്റൊരു വീഡിയോയിലൂടെ യുവതി വെളിപ്പെടുത്തുകയായിരുന്നു. യൂട്യൂബ് ചാനൽ വഴിയാണ് യുവതി ഈ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. ആ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന്. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമല്ല, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും, മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിയിട്ടുന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു.
യുവതിയുടെ അച്ഛന്റെ പരാതിയിൽ വടക്കേക്കര പോലീസ് ഇതിനകം കേസ് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് ഈ കേസ് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായതിനാലാണ് കേസ് കൈമാറുന്നത്. ഡാനി പോളും MS അനീഷ് കുമാറും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ഡാനിലേക്ക്. ഡാനി, ഇതൊരു വല്ലാത്ത ട്വിസ്റ്റാണ്. ഇപ്പോൾ ഈ പോലീസിന് തന്നെ, നമ്മൾ ഈ വാർത്ത പലപ്പോഴും റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. ഒരു കേവലം മാതാപിതാക്കളുടെയും ഈ വക്കീലിൻ്റെയും ഒക്കെ പ്രേരണയിൽ ഇത്ര വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമോ ഒരു പെൺകുട്ടി എന്നുള്ള ചോദ്യം ഒരു തരത്തിലുണ്ട്. കാരണം മെഡിക്കൽ റിപ്പോർട്ടിലടക്കം ഈ പെൺകുട്ടിക്ക് അനുകൂലമായിരുന്നു, ഈ ഭർത്താവിനെതിരായിരുന്നു എന്നുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്? ഇതുവരെ എന്തെങ്കിലും വിവരം എന്തുകൊണ്ട് പെൺകുട്ടി പുതുതായി ഇത്തരം വെളിപ്പെടുത്തൽ നടത്തുന്നു എന്ന വിവരം ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, തികച്ചും അപ്രതീക്ഷിതമായ ഒരു ടേണാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നു? ഈ നേരത്തെ നൽകിയ മൊഴികളിൽ നിന്ന്, നിലപാടുകളിൽ നിന്ന് ഘടകവിരുദ്ധമായി തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ കുടുംബത്തെയും തന്നെയും തീർത്തും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരം പരാതികൾ ഉണ്ടായതെന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു വീഡിയോ വരാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് ഇതുവരെയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അത് അവരുടെ കുടുംബത്തിനും ഇത് സംബന്ധിച്ച് വലിയ വ്യക്തതയില്ല എന്താണ് സംഭവിച്ചതെന്ന്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അവരുടെ പിതാവ്, ഈ കുട്ടിയുടെ പിതാവ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ മകളെ കഴക്കൂട്ടത്തെ, അവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്, ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടേക്ക് പോയതാണ്, ജോലിക്ക് വേണ്ടി പോയതാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ അവരെ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആയിരുന്നു. പിന്നീട് അവരെ കിട്ടിയിരുന്നില്ല. ഇതിനുശേഷം ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവിടേക്ക് വന്നിട്ടില്ല, കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടില്ല. ഏതാണ്ട് ഈ മാസം 21 വരെ ലീവ് പറഞ്ഞിരിക്കുന്നു എന്ന വിവരം അയാൾ അറിഞ്ഞു എന്ന് പറയുന്നു. ഒപ്പം ഹോസ്റ്റലിൽ ചോദിച്ചപ്പോൾ അവിടെയും എത്തിയിട്ടില്ല. ഈ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി വടക്കേക്കര പോലീസിൽ ഇയാൾ പരാതി നൽകുന്നത്. തൻ്റെ മകളെ കാണാനില്ല, ഇപ്പോൾ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല, എവിടെയാണ്, ആരെങ്കിലും തടവിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട് എന്ന രീതിയിലടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിലൊരു വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് വടക്കേക്കര പോലീസ് എല്ലാ കേരളത്തിൽ സ്റ്റേഷനിലേക്ക് ഒരു അലർട്ട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന സ്ഥലം കഴക്കൂട്ടമായതുകൊണ്ട് തന്നെ, ആ പ്രദേശത്തായതുകൊണ്ട് കഴക്കൂട്ടം പോലീസിനും ഔദ്യോഗികമായിട്ട് ഈ ഒരു പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയെ സംബന്ധിച്ചപ്പോൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവർ എവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയിലേക്ക് ആ കാര്യങ്ങൾ വന്നിട്ടില്ല. കുടുംബം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഇതുവരെയും പ്രതികരിക്കാൻ, രാവിലെ വരെയും ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം എന്താണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് അവർക്ക് അവ്യക്തതയുണ്ട്. ഈ പെൺകുട്ടി ഇപ്പോൾ എന്തുകൊണ്ട് ഈ രീതിയിലെല്ലാം പറയുന്നു എന്നത് സംബന്ധിച്ചും അവർക്ക് അറിയില്ല. നേരത്തെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരാതികളും കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് അറിയില്ല എന്നതാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്, അനീഷ് കുമാർ കൂടിയുണ്ട്. അനീഷ്, ഈ പെൺകുട്ടിയുടെ കുടുംബം, ഒപ്പം ഈ ഭർത്താവ് രാഹുലിൻ്റെ കുടുംബം, നമ്മൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇന്നലെ മുതൽ ഈ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നു, ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇവരൊന്നും പ്രതികരിക്കുന്നില്ല. എന്താണ് ഇവരുടെ നിലപാട് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? പോലീസിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ മനസ്സിലാകുന്നത് ഈ മൊഴിമാറ്റം അത് കാര്യമായി എടുക്കണ്ട എന്നുള്ളതാണ്. കാരണം കോടതിക്ക് മുന്നിൽ പറയുന്ന മൊഴികൾ, വിചാരണക്കിടയിൽ പരാതിക്കാർ കോടതി മുൻപാകെ മൊഴി മാറ്റി നൽകുന്നതേ പോലീസ് ഗൗരവത്തിലെടുക്കൂ എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിലുള്ള അന്വേഷണ വഴികളുണ്ടാകുന്ന വ്യത്യാസമെന്നത് പ്രധാനമാണ്. പ്രതി രാഹുൽ ഇപ്പോഴും പുറം രാജ്യത്ത് ഒളിവിലാണല്ലോ. പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ സാധ്യത? അപ്പം കുടുംബാംഗങ്ങൾ എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, തികച്ചും നാടകീയമായ കാര്യങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ നിരന്തരം ചാറ്റും മറ്റും നടത്തുന്നതായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ആ പെൺകുട്ടി തന്നെയും ഈ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന രീതിയിൽ പോലീസിനോട് പറയുകയും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേസിനെ സ്വാധീനിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം നിലവിലുള്ള സമ്മർദ്ദമോ പ്രലോഭനമോ ഒക്കെ മുഴങ്ങിയാവാം ഒരുപക്ഷെ പെൺകുട്ടി ഇത്തരം ഒരു മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ പോലീസ് നേരിട്ടെത്തി മൊഴി നൽകിയപ്പോഴും പിന്നീട് കോഴിക്കോട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയപ്പോഴും പെൺകുട്ടി നേരത്തെ പറഞ്ഞ വാദങ്ങൾ, അതായത് തന്നെ കഠിനമായ ആക്രമണത്തിനിരയാക്കി, ഒപ്പം സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ രഹസ്യമൊഴിയിലും ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ
നിയമപരമായി ഈ പെൺകുട്ടി പരാതിയിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ മുന്നോട്ട് പോവുകയോ ചെയ്താലും അത് കണക്കാക്കേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിയമം അനുവദിക്കുമെന്നുമുണ്ട്. കാരണം സാധാരണ ഇത്തരത്തിൽ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളിൽ ആദ്യം നൽകുന്ന പരാതി പിന്നീട് പരാതിക്കാരൻ പിൻവലിച്ചാലും നടപടിക്രമങ്ങളുമായി പോലീസിന് മുൻപോട്ട് പോകാൻ കഴിയും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാനിരിക്കെയാണ് ഇത്തരമൊരു മാറ്റം വന്നത്. പക്ഷേ അതൊന്നും തങ്ങൾ അതിന്റെ പുറകെ പോകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. നേരത്തെ വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇനി റെഡ് കോർണർ നോട്ടീസ് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്. അത് ബ്ലൂ കോർണർ നോട്ടീസ് തിരിച്ചെത്തിയ ശേഷം ഈ കുറ്റപത്രവും മറ്റുമൊക്കെ സമർപ്പിച്ച ശേഷമാണ് ചില സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിലുള്ളത്. എന്തായാലും അത്തരം നടപടികളുമായും പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ ചില സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതൊക്കെ അക്ഷരം പ്രതി ശരിയായി മാറിയിരിക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. നേരത്തെ ഈ പെൺകുട്ടി പന്തീരാങ്കുളം പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവത്തിന് ശേഷം പരാതി നൽകാൻ പോയപ്പോഴും ഈ വളരെ അടുത്താണ് ഇരുവരും തമ്മിൽ ഇടപഴകിയത് എന്നാണ് അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരും സിഐയും ഒക്കെ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇത്തരത്തിൽ മർദ്ദിച്ചു എന്ന് പറയുന്ന ആളോട് അങ്ങേയറ്റം ആണ് അന്ന് കേസ് ഒരു ഒത്തുതീർപ്പിന് പോട്ടെ അല്ലെങ്കിൽ വലിയ ഗൗരവത്തിൽ എടുക്കാതെ വിട്ടതെന്നാണ് അന്നത്തെ SHO അടക്കമുള്ളവർ പറയുകയും ചെയ്തത്. എന്തായാലും അന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കേസിന്റെ ഒരു മുന്നോട്ട് പോക്ക്. എന്തായാലും ഇതൊന്നും നിലവിലെ കേസിനെ ബാധിക്കില്ല, കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ശരി, MS സനീഷ് കുമാറും ഡാനി പോളുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വഴിത്തിരിവ്. മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് വ്യാജ തോക്കെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പ്രതി അനൂപ് തോക്ക് കൈക്കലാക്കിയത് എറണാകുളത്ത് നിന്നാണ്. അനൂപിന്റെ തിരിച്ചറിയൽ രേഖകൾ തോക്ക് കൈവശം വാങ്ങുന്നതിന് മുന്നോടിയായി നൽകി. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വലിയ പ്രമാദമായ ഒരു കേസാണ് ഇത്. പാർട്ടി ബന്ധങ്ങളൊക്കെയുള്ള ഒരു സംഭവമാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം? രഞ്ജിത്ത്, പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പഴി കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് പഴി കേൾക്കേണ്ടി വന്ന ഒരു കേസാണ് കണ്ണൂരിലെ വ്യവസായിയെ തോക്കു ചൂണ്ടി മാരാരിക്കുളത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വധശ്രമ കേസ്. ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ഒത്തുകളിക്കുന്നു എന്ന ആരോപണം നിലനിന്നിരുന്നു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ തോക്ക് അത് ഒരു എയർഗൺ ആയിരുന്നു. അത്തരത്തിലൊരു ട്വിസ്റ്റ് വരികയും ആ മുഖ്യപ്രതിയായ അനൂപിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ നിരത്തിയ കാര്യങ്ങൾ, അതായത് കോടതിയിൽ നിരത്തിയ കാര്യങ്ങൾ അത് പ്രതികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ മാറിയിരുന്നു എന്നും ഒപ്പം തന്നെ ഈ എയർഗൺ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് മുഖ്യപ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് കാരണമായി തീർന്നുവെന്നും ആരോപണം ഉയർന്നു. മാത്രമല്ല, ഈ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ, അതായത് വൈകിട്ട് ജാമ്യത്തിലിറങ്ങുന്നു, പിറ്റേ ദിവസം വൈകുന്നേരം മദ്യസൽക്കാരം നടത്തുകയും വീണ്ടും ചേർത്തല പോലീസ് മുഖ്യപ്രതി അനൂപിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഈ മദ്യപിച്ച് വാഹനമോടിച്ച് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്ത ചില ആളുകളും ഈ അനൂപിന്റെ മദ്യസൽക്കാരത്തിലുണ്ട്. സാജു എന്ന അടക്കമുള്ള ആളുകളും അനൂപിന്റെ മദ്യസൽക്കാരത്തിലുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായകം, അതായത് ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ആ കണ്ടെത്തിയ തോക്ക് അത് അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ എയർഗൺ അല്ല ഇവർ ഈ അനൂപിന് ഈ വ്യവസായിയായ അഭിഷേകിന് നേരെ ചൂണ്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ഏറെക്കുറെ സ്ഥിരീകരണമായിട്ടുള്ളത്. അതായത് എറണാകുളത്ത് നിന്നാണ് മുഖ്യപ്രതിയായ അനൂപ് ഈ തോക്ക് കൈക്കലാക്കിയത്. അത് ഈ സംഭവവുമായി, അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് കരുതിക്കൂട്ടി തന്നെയാണ് ഈ തോക്ക് കൈക്കലാക്കിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. മാത്രമല്ല, മുഖ്യപ്രതികൾ ഒരാളായ മനോജും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. മനോജ് പറഞ്ഞത് ഈ തോക്ക് എറണാകുളത്ത് നിന്നാണ് അനൂപ് വാങ്ങിയത്. തന്റെ വാഹനത്തിലാണ് അനൂപിന്റെ വാഹനത്തിലാണ് ഈ തോക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ കരുതിക്കൂട്ടിയ ഒരു കൃത്യം, അതായത് ഈ വ്യവസായി എത്തുമെന്നും, അതായത് ഈ ഇവരെ പിറ്റേ ദിവസം, അതായത് വ്യവസായി തോക്ക് ചൂണ്ടുന്നതിന്റെ പിറ്റേ ദിവസം ആലപ്പുഴയിൽ വെച്ച് ആലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കായി വ്യവസായി എത്തുമെന്നുള്ള ബോധ്യം ഇവർക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ അഭിഷേകിനെ തോക്ക് ചൂണ്ടുന്ന അല്ലെങ്കിൽ വഴിയിൽ തടഞ്ഞ് തോക്ക് ചൂണ്ടുകയും ഒപ്പം തന്നെ വാഹനം അടിച്ചു പൊളിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന, ഈ തോക്ക് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള
കണക്കുകൂട്ടലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. തോക്ക് കണ്ടെത്താനാകുമെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളും മറ്റു ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളും ഇതിനകത്തേക്ക് വരും. ഈ കേസിൽ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേസ് എത്തി നിൽക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ തോക്ക് വ്യാജമാണെന്നുള്ള ഏറെക്കുറെ സ്ഥിരീകരണം അന്വേഷണ സംഘത്തിനായി കഴിഞ്ഞിരിക്കുന്നു. ശരണ്യ സ്നേഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ഡ്രൈവർ എടക്കര സ്വദേശി പി സൽമാന്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വിദ്യാർത്ഥിനിയെ ബസ്സിടിച്ച സംഭവത്തിലാണ് നടപടി. ഇടുക്കി ഗ്യാപ്പ് റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. ബൈസൺ വാലി സ്വദേശി ഹൃദു കൃഷ്ണന്റെ ലൈസൻസാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഡ്രൈവറോടും സഹയാത്രികരോടും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ 2-നാണ് ഋതുകൃഷ്ണയും സുഹൃത്തുക്കളും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൂടി അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. അമിത വേഗത്തിൽ പോകുന്ന വാഹനത്തിന്റെ വിൻഡോയിലൂടെ യുവാവും യുവതിയും തലയും ശരീരവും പുറത്തേക്കിട്ടാണ് സാഹസിക യാത്ര നടത്തിയത്. മറ്റ് വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചായിരുന്നു യാത്ര. തുടർന്ന് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസും ഡ്രൈവർക്കും സഹയാത്രികർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. ആനിമൽ ഹസ്ബൻഡറി, ഡയറി, അങ്ങനെ 4 യഥാർത്ഥത്തിൽ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഒരു വകുപ്പായി കണക്കുകൂട്ടാം. എന്നാലും കേരളത്തിലെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന 3 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ്. ഫിഷറീസ് ആയാലും കേരളവുമായി ബന്ധപ്പെട്ടതാണ്. മൃഗപരിപാലനവും ഡയറിയും എന്ന് പറയുന്നതും കേരളത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ്. സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിസ്ഥാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിനായില്ല. അദ്ദേഹത്തിന് ടൂറിസം വകുപ്പിന്റെ സഹമന്ത്രിസ്ഥാനവും പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിന്റെ സഹമന്ത്രിസ്ഥാനവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ടൂറിസം ജനങ്ങളുമായും കേരളവുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ട വകുപ്പ് തന്നെയാണ്. പക്ഷേ പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ ആ വകുപ്പിന്റെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ്. പക്ഷേ അത് നേരിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒന്നല്ല. പക്ഷേ ടൂറിസം വകുപ്പ് അങ്ങനെയല്ല, കേരളവുമായും ഒക്കെ നേരിട്ട് ബന്ധപ്പെടുന്നതും കേരളത്തിന്റെ വികസനത്തെ സഹായിക്കുന്നതുമായ വകുപ്പ് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാന 4 വകുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രധാന BJPയുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെയാണ് ഈ വകുപ്പുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പേരുകാരനെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും രാജ്നാഥ് സിംഗിൻ്റെ പേര് തന്നെയാണ്. രാജ്നാഥ് സിംഗ് ആണ് പാർട്ടിയുടെ സീനിയോറിറ്റി അനുസരിച്ച് ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ആദ്യം BJPയുടെ അധ്യക്ഷനായിരുന്ന ആൾ. ഏറ്റവും സീനിയറായ നേതാവ് രാജ്നാഥ് സിംഗ് തന്നെയാണ്. രാജ്നാഥ് സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് ആദ്യം വന്ന അതിനുശേഷമാണ് പിന്നീടുള്ളവരൊക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1ാം സ്ഥാനം നൽകിയിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധകാര്യ മന്ത്രിസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. രണ്ടാമത് പിന്നീട് പാർട്ടി ദേശീയ അധ്യക്ഷനായ അമിത്ഷായുടെ പേരാണ്. അദ്ദേഹത്തിന് ഹോം അഫയേഴ്സ് തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ സഹകരണ വകുപ്പും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ്. മറ്റേത് വീണ്ടും അടുത്ത അധ്യക്ഷനായി വന്നിരിക്കുന്ന നിതിൻ ഗഡ്കരിയുടെ പേരാണ്. നിതിൻ ഗഡ്കരിക്ക് കഴിഞ്ഞ തവണത്തെ വകുപ്പ് തന്നെയാണ്. റോഡ് ഗതാഗത വകുപ്പും ഹൈവേസ് വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം JP നദ്ദയാണ് നിലവിലെ അധ്യക്ഷൻ. ആ ക്രമം അങ്ങനെയാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. ജോർജ് കുര്യനാണ് സാമാന്യം ഭേദപ്പെട്ട വകുപ്പുകൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറി, അങ്ങനെ 4 യഥാർത്ഥത്തിൽ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഒരു വകുപ്പായി കണക്കുകൂട്ടാം. എന്നാലും കേരളത്തിലെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന 3 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ്. ഫിഷറീസ് ആയാലും കേരളവുമായി ബന്ധപ്പെട്ടതാണ്. മൃഗപരിപാലനവും ഡയറിയും എന്ന് പറയുന്നതും കേരളത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ വകുപ്പ്
വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് ആയില്ല. അദ്ദേഹത്തിന് ടൂറിസം വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനവും പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ടൂറിസം ജനങ്ങളുമായും കേരളവുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ട വകുപ്പ് തന്നെയാണ്. പക്ഷേ പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ ആ വകുപ്പിൻ്റെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ്. പക്ഷേ അത് നേരിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒന്നല്ല. പക്ഷേ ടൂറിസം വകുപ്പ് അങ്ങനെയല്ല, കേരളവുമായും ഒക്കെ നേരിട്ട് ബന്ധപ്പെടുന്നതും കേരളത്തിൻ്റെ വികസനത്തെ സഹായിക്കുന്നതുമായ വകുപ്പ് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാന 4 വകുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രധാന BJPയുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെയാണ് ഈ വകുപ്പുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പേരുകാരനെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും രാജ്നാഥ് സിംഗിൻ്റെ പേര് തന്നെയാണ്. രാജ്നാഥ് സിംഗ് ആണ് പാർട്ടിയുടെ സീനിയോറിറ്റി അനുസരിച്ച് ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ആദ്യം BJPയുടെ അധ്യക്ഷനായിരുന്ന ആൾ. ഏറ്റവും സീനിയറായ നേതാവ് രാജ്നാഥ് സിംഗ് തന്നെയാണ്. രാജ്നാഥ് സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് ആദ്യം വന്ന, അതിനുശേഷമാണ് പിന്നീടുള്ളവരൊക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1ാം സ്ഥാനം നൽകിയിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധകാര്യ മന്ത്രിസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. രണ്ടാമത് പിന്നീട് പാർട്ടി ദേശീയ അധ്യക്ഷനായ അമിത്ഷായുടെ പേരാണ്. അദ്ദേഹത്തിന് ഹോം അഫയേഴ്സ് തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനും സഹകരണ വകുപ്പും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ്. മറ്റേത് വീണ്ടും അടുത്ത അധ്യക്ഷനായി വന്നിരിക്കുന്ന നിതിൻ ഗഡ്കരിയുടെ പേരാണ്. നിതിൻ ഗഡ്കരിക്ക് കഴിഞ്ഞ അവിടുത്തെ വകുപ്പ് തന്നെയാണ്. റോഡ് ഗതാഗത വകുപ്പും ഹൈവേസ് വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം JP നദ്ദയാണ് നിലവിലെ അധ്യക്ഷൻ. ആ ക്രമം അങ്ങനെയാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. ജോർജ് കുര്യനാണ് സാമാന്യം ഭേദപ്പെട്ട വകുപ്പുകൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറി, അങ്ങനെ 4 യഥാർത്ഥത്തിൽ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഒരു വകുപ്പായി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സംസ്ഥാനതല അവാർഡ്, മുനിസിപ്പൽ തലത്തിൽ നൽകുന്ന അവാർഡ് കണ്ണൂർ ആന്തൂർ നഗരസഭ നേടി. 1ാം സ്ഥാനമാണ് ആന്തൂർ നഗരസഭയ്ക്കുള്ളത്. മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്ത സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്നതാണ് അവാർഡ്. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട സമിതിയാണ് അവാർഡ് ജേതാക്കളെ നിർണ്ണയിച്ചത്. ജല, വായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ, ഊർജ്ജ സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനും നടപ്പിലാക്കിയ പദ്ധതികൾ, പരിസ്ഥിതി സംരക്ഷണത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയോടെ നടപ്പിലാക്കിയ പൊതുജനോപകാരപ്രദമായ പദ്ധതികൾ തുടങ്ങിയവയാണ് അവാർഡ് നിർണയത്തിന് പരിഗണിച്ചത്. പാലക്കാട് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുകയാണ് അറവിനായി കൊണ്ടുവരുന്ന കാലികൾ. പുഴയുടെ തീരങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ മേഞ്ഞു നടക്കുന്ന ഇവ ജലം മലിനമാക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. പാലക്കാട് പട്ടാമ്പി ടൗൺ നമ്പ്രം പ്രദേശങ്ങളാണ് കന്നുകാലികളുടെ വിഹാര കേന്ദ്രങ്ങളാകുന്നത്. 100 കണക്കിന് കാലികളാണ് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മേഞ്ഞു നടക്കുന്നത്. കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് സമീപവും നിയന്ത്രണങ്ങളില്ലാതെയാണ് മേയാൻ വിടുന്നത്. ഇവയുടെ വിസർജ്യം കലർന്ന വെള്ളമാണ് കുടിവെള്ള പദ്ധതികൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പട്ടാമ്പിയിലെ ജനങ്ങൾ. പ്രദേശത്തെ കൃഷികൾ, പോത്തുകൾ വ്യാപകമായി നശിപ്പിച്ചതോടെ കർഷകരും ദുരിതത്തിലായി. പട്ടാമ്പി പ്രദേശങ്ങളിൽ ഭാരതപ്പുഴയിൽ കന്നുകാലികളെ അലക്ഷ്യമായിട്ട് വിട്ടയക്കുന്നത്, കൃഷിയിടങ്ങളിൽ ദേശമംഗലം, തിരുമിറ്റക്കോട്, ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കന്നുകാലികളെ കൊണ്ട് കയറിയിട്ട് കൃഷി നശിപ്പിക്കുന്നതുമായിട്ടുള്ളതും, അതുപോലെ തന്നെ പുഴയിൽ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഭാരതപ്പുഴയിൽ ജലത്തെ മലീമസപ്പെടുത്തുന്നതുമായിട്ടുള്ള നിരവധി പരാതികൾ നമ്മൾ നഗരസഭയിലും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിനു മുന്നേ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേണ്ട രീതിയിലുള്ള യാതൊരു നടപടികളും ഇതുവരെ കൈക്കൊണ്ടതായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കന്നുകാലികളെ വിട്ടഴിക്കുന്ന ഒരു സംവിധാനം വളരെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു കൃഷിക്കാരനാണ്. എൻ്റെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ രീതിയിൽ തന്നെ കൃഷിനാശം ഇക്കഴിഞ്ഞ നെൽകൃഷി സമയത്ത് നടത്തിയിട്ടുണ്ട്. തീറ്റയും വെള്ളവും ലഭിക്കുന്നതിനാൽ പുഴയുടെ തീരങ്ങളിൽ ഇറക്കി വിടുകയാണ് കാലി വിൽപ്പനക്കാർ. മഴക്കാലത്ത് പുഴയിൽ ഏത് നിമിഷവും ജലനിരപ്പ് കൂടുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിട്ടും കാലികളെ പുഴയിൽ ഇറക്കി വിടുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് ഒട്ടേറെ കാലികൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ കന്നുകാലികളെ പുഴയിൽ ഇറക്കി വിടുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഭാരതപ്പുഴ പലതരത്തിലും മലിനപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം മലിനപ്പെടുന്ന ഇടം പട്ടാമ്പിയാണെന്ന് ഭാരതപ്പുഴ സംരക്ഷണ സമിതി പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈയിടെയായി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കന്നുകാലികളെ, പ്രത്യേകിച്ചും പോത്ത് എന്ന് പറയുന്ന ആ ജീവിയെ വാണിജ്യവൽക്കരിച്ചും കൊണ്ട്
പുഴയിൽ നിറയെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ പുഴയിലുള്ള പുല്ല് വന്നിട്ട് ഇത്തരം നാൽക്കാലികൾ തിന്നുന്നതുകൊണ്ടൊന്നും നമുക്ക് പരാതികളൊന്നുമില്ല. പക്ഷെ ഇതല്ല, ആയിരക്കണക്കിന് എന്ന് പറയാം, പട്ടാമ്പിയിലും അതുപോലെ വെള്ളിയാങ്കല്ലിലും തുത്താലയിലും എല്ലാം ഇത്തരത്തിൽ നിറയെ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ എല്ലാ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളെയും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എത്രയോ പ്രാവശ്യം പല ഇന്റർവ്യൂകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാവറട്ടി കുടിവെള്ള പദ്ധതി, അതുപോലെ പട്ടാമ്പിയിലെ കുടിവെള്ള പദ്ധതി, തുത്താല കുടിവെള്ള പദ്ധതി, ഇത്തരം കുടിവെള്ള പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്, 20-22 ലക്ഷം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം മാലിന്യങ്ങൾ കടന്നു ചേരുന്നത്. കന്നുകാലികൾ മലിനമാകുന്ന വെള്ളമാണ് വെള്ളിയങ്കല്ല് റെഗുലേറ്ററിക്കും എത്തുന്നത്. ഇവിടെ നിന്നാണ് ഗുരുവായൂർ നഗരസഭ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കാലികളെ കെട്ടിയിടാൻ സ്ഥലമില്ലാത്തതും തീറ്റയും പുല്ലും നൽകാനുള്ള സാമ്പത്തിക ചിലവുമാണ് പുഴയുടെ തീരങ്ങളിൽ മേയാൻ വിടുന്നതിന്റെ കാരണമായി കാലി വിൽപ്പനക്കാർ പറയുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മനോഹര കാഴ്ചയായി കാസർകോട്ടെ മൈലാഞ്ചിയിടൽ മത്സരം. നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ 35 പേരാണ് പങ്കെടുത്തത്. കാസർകോട് നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരം കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി. കൈകളിൽ മൈലാഞ്ചിയിട്ട മൊഞ്ചത്തിമാർ മത്സരത്തിന് അഴകുകൂട്ടി. 35 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫാഷൻ ഡിസൈനർ ജസീല റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നമുക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളും അത് ഏറ്റവും മികച്ചതാക്കി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എം രാജീവൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CK മദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് 18 കാസർകോട്. 16-ാം വയസ്സിൽ ബോഡി ബിൽഡർ അതിശയിപ്പിക്കുകയാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ജസ്വിൻ റജി. ചിട്ടയായ പരിശീലനവും ഭക്ഷണ ക്രമീകരണവുമാണ് ജസ്വിന്റെ ശരീര സൗന്ദര്യത്തിന്റെ രഹസ്യം. പഠനത്തിൽ ശ്രദ്ധിച്ച് കൂട്ടുകാർക്കൊപ്പം കളിച്ചു തിരിച്ചു നടക്കേണ്ട പ്രായം. പക്ഷേ കട്ടപ്പന സ്വദേശിയായ ജസ്വിൻ റജിക്ക് താൽപര്യം ബോഡി ബിൽഡിങ്ങിനോടാണ്. ചെറുപ്പം മുതൽ തന്നെ ചിട്ടയായ പരിശീലനം ആരംഭിച്ചു. 16-ാം വയസ്സിൽ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള പരിശ്രമവും. കേരള നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ഞാൻ അവസാനമായിട്ട് പങ്കെടുത്ത കോമ്പറ്റീഷൻ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ കേരളയാണ്. അത് INBA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫെഡറേഷനും NPF ക്ലാസിക് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഫെഡറേഷനുമായിട്ട് കൊളാബറേഷൻ ചെയ്ത് നടത്തിയൊരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ മിസ്റ്റർ കേരള സ്റ്റേജായിരുന്നു. ഞാൻ സബ് ജൂനിയർ കാറ്റഗറിയിൽ 20ഓളം പേര് വരുന്നതിൽ 2ാം സ്ഥാനമാണ് എനിക്ക് കിട്ടിയത്. ആഗ്രഹങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളാണ് ശക്തിയെന്ന് ജുസിൻ പറയുന്നു. ശരീര സൗന്ദര്യത്തിന് പിന്നിലെ രഹസ്യമെന്തെന്ന് ചോദിച്ചാൽ ജുസിന് ഒറ്റ ഉത്തരമേയുള്ളൂ. ഫാദർ ഫുൾ സപ്പോർട്ടായിരുന്നു. പണ്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പായി അറിയായിരുന്നു. അപ്പം ആദ്യമേ പപ്പായാണ് അങ്ങോട്ട് വിട്ടത്. കഴിഞ്ഞ് പിന്നെ കോമ്പറ്റീഷൻ സമയമായപ്പോഴത്തേനും മാക്സിമം ഫുള്ള് സപ്പോർട്ട് വീട്ടുകാർ തന്നെ ചെയ്തു തരാൻ തുടങ്ങി. ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഭക്ഷണ കാര്യങ്ങളിലും എല്ലാത്തിലും അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ നമ്മളുടെ ആ ഒരു താല്പര്യം കണ്ടപ്പോൾ തൊട്ട് വീട്ടിൽ നിന്ന് ഫുള്ള് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ജുസിൻ. ന്യൂസ് 18 ഇടുക്കി. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യത്തിന് ചരിത്ര വിജയം. മുഴുവൻ ജനറൽ സീറ്റുകളിലും UDF-SF മുന്നണി സ്വന്തമാക്കി. 3 ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം SFI നേടിയപ്പോൾ 2 ജില്ലകൾ UDSF പിടിച്ചു.
ഏഴ് വർഷത്തിനു ശേഷം KSU MSF മുന്നണി കാലിക്കറ്റിൽ വിജയക്കൊടി നാട്ടി. ചെയർപേഴ്സണായി പാലക്കാട് വിക്ടോറിയ കോളേജിലെ KSU നേതാവ് നിതിൻ ഫാത്തിമ വിജയിച്ചു. വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MSF പ്രതിനിധി മുഹമ്മദ് സഫ്വാനാണ് ജനറൽ സെക്രട്ടറി. ഇതിനു പുറമെ 2 വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും UDSF നേടി. പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം MSF നേടിയപ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ UDSF പിടിച്ചു. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവനിലൂടെ നടന്നുപോയ ജീവി ഏതെന്ന് സ്ഥിരീകരിച്ച് ഡൽഹി പോലീസ്. വൈറലായ വീഡിയോയിൽ കണ്ട ജീവി പുലിയെന്നായിരുന്നു പലരും സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ രാഷ്ട്രപതി ഭവനിൽ കണ്ടത് പൂച്ചയാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. ആ ദൃശ്യങ്ങളാണ് വൈറലായത്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിലൊരാൾ സമൂഹമാധ്യമത്തിലിട്ട ചില സംശയത്തിൻ്റെ പുറത്ത് സമൂഹമാധ്യമത്തിലിട്ട ഒരു പോസ്റ്റാണ് ഈ സംശയത്തിന് ഇടയായത് എന്നുള്ളതാണ്. രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഈ ജീവിയുടെ വലിപ്പം അതൊരു പക്ഷേ ക്യാമറയിൽ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാകാം. ഈ ജീവിയുടെ വലിപ്പം കണ്ടാണ് ഇതൊരു പുലിയാണ് തെറ്റിദ്ധരിച്ചത്. ഒരുപാട് വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ പുതിയ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്താണ്? അതെ രഞ്ജിത്ത്, വലിയ ചർച്ചകൾ തന്നെ നടന്നു. മാത്രവുമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു. കാരണം BJP മന്ത്രിയായ ദുർഗാദാസ് UK സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോഴായിരുന്നു ഈ ഒരു ജീവി രാഷ്ട്രപതി ഭവനിലെ കോറിഡോറിലൂടെ നടന്നു പോകുന്നത് കണ്ടത്. ഇത് വലിയ വലിപ്പമുള്ള, അസാധാരണ വലിപ്പമുള്ള ജീവിയായിരുന്നു അതാണ് ഇത്തരം ചർച്ചകൾക്ക് വഴിവെച്ചത്. കാരണം അത് പൂച്ചയല്ല, മറിച്ചൊരു പുലിയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തിപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ ഡൽഹി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് ഏതാണ്ട് 330 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ്. അതിൽ ചെറിയ വനപ്രദേശം കൂടി ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് ഇത്തരം സംശയം ബലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഏതായാലും ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇത് പൂച്ചയാണ്, മറിച്ച് ഇത് പുലിയല്ല എന്ന സ്ഥിരീകരണം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം അനാവശ്യ പ്രചാരണം നടത്തരുത് എന്നുകൂടി ഇപ്പോൾ ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നു. അപ്പോഴും അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പൂച്ചയ്ക്ക് ഇത്രയും വലിപ്പം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഏതായാലും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഏതായാലും പുലിയില്ല, മറിച്ച് ഇത് പൂച്ചയാണെന്നാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്ത്, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, മൂന്നാം മോദി സർക്കാരിലെ MP-മാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ? ഇതിൽ കോടിപതികൾ ആരൊക്കെ? തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 90% ഏറെ പേരും കോടിപതികൾ ആണെന്നുള്ളതാണ് വസ്തുത. ആരൊക്കെയാണ് ആ കോടിപതികൾ? നോക്കാം. രാഷ്ട്രീയക്കാരിൽ കോടിപതികൾ ഉണ്ടാകുന്നത് അത്ഭുതമല്ല. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെ അംഗങ്ങളുടെ കാര്യമെടുത്താൽ അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടേണ്ട. 93% MP-മാരും കോടികളുടെ ആസ്തിയുള്ളവരാണ്. കൃത്യമായ കണക്ക് പറഞ്ഞാൽ ജയിച്ച 543 പേരിൽ 504 പേർക്കുമുണ്ട് കോടിയുടെ മുകളിൽ ആസ്തി. 2019 ലോക്സഭയിൽ കോടിപതികളുടെ എണ്ണം 475 മാത്രമായിരുന്നു. ഇക്കുറി കോടിപതികളായ MP-മാരുടെ എണ്ണം 29 കൂടി വർദ്ധിച്ചു. പോൾ റൈറ്റ്സ് ബോഡി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിംഫോഴ്സിന്റെ കണക്കിലാണ് ഇതെല്ലാം വ്യക്തമാകുന്നത്. 2009 അംഗങ്ങളുടെ 58% മാത്രമായിരുന്നു കോടിക്ക് മേൽ ആസ്തിയുള്ളവർ, 315 പേർ. 2014 ആയപ്പോഴേക്ക് ഇത് 82%, 443 പേരായിരുന്നു 2014 ലോക്സഭയിലെത്തിയ കോടിപതികൾ. ഇവരിൽ ഏറ്റവും സമ്പന്നൻ ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേകാനിയായിരുന്നു. ആസ്തി 7710 കോടി. 2019 രമേശ് കുമാർ ശർമ്മയ്ക്കായിരുന്നു ഈ ഖ്യാതി. സമ്പത്ത് 1108 കോടി. ഈ ലോക്സഭയിൽ ആരെല്ലാമാണ് ഈ പെരുമ സ്വന്തമാക്കുന്നതെന്ന് നോക്കാം. ഇക്കുറി ലോക്സഭയിലെത്തിയവരിൽ ഏറ്റവും സമ്പന്നരായ 3 പേർ ഇവരാണ്. TDP MP ചന്ദ്രശേഖർ പെമ്മസാനി, BJP MP-മാരായ കോണ്ട വിശ്വേശ്വർ റെഡ്ഡി, നവീൻ ജിൻഡാൽ എന്നിവർ. ചന്ദ്രശേഖർ പെമ്മസാനി ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നാണ് ജയിച്ചത്. 5705 കോടിയാണ് പെമ്മസാനിയുടെ ആസ്തി. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ UWorldന്റെ CEO ആണ് അദ്ദേഹം. 2020 ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ സംരംഭക പുരസ്കാരം നേടിയിട്ടുണ്ട് ചന്ദ്രശേഖർ പെമ്മസാനി. സംരംഭകനാണെങ്കിലും ഒരു ഡോക്ടറായാണ് പെമ്മസാനി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഡോക്ടർ NTR ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് MBBS-ഉം
പെൻസിൽവാനിയ ജീസിംഗർ മെഡിക്കൽ സെന്ററിൽ നിന്ന് ഇന്റേണൽ മെഡിസിനിൽ MDയും പൂർത്തിയാക്കി. കുറച്ചുകാലം ഡോക്ടറായി പ്രാക്ടീസ് ചെയ്ത ശേഷമാണ് സംരംഭക മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചത്. 48 വയസ്സുകാരനായ ചന്ദ്രശേഖർ പെമ്മസാനിക്ക് 2 മെഴ്സിഡസ് കാറുകളും ഒരു ടെസ്ലയും ഒരു റോൾസ് റോയ്സും സ്വന്തമായുണ്ട്. തെലങ്കാനയിലെ ചെവെല്ല മണ്ഡലത്തിൽ നിന്നാണ് കൊണ്ട വിശ്വേശ്വര റെഡ്ഡി ലോക്സഭയിലെത്തിയത്. 4568 കോടിയുടെ സമ്പാദ്യമാണ് റെഡ്ഡിക്കുള്ളത്. എഞ്ചിനീയറായ അദ്ദേഹം ഒരു IT സംരംഭകനാണ്. ആദ്യമായല്ല റെഡ്ഡി ലോക്സഭയിലെത്തുന്നത്. 16ാം ലോക്സഭയിൽ ഭാരത രാഷ്ട്ര സമിതിയെ പ്രതിനിധീകരിച്ചും റെഡ്ഡി ലോക്സഭയിൽ എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വിശ്വേശ്വർ റെഡ്ഡി. BRS വിട്ടുകഴിഞ്ഞ കുറച്ചുകാലം കോൺഗ്രസുകാരനായിരുന്നു റെഡ്ഡി. പിന്നീടാണ് BJPയിൽ ചേർന്നത്. തെലങ്കാനയിലെയും അവിഭക്ത ആന്ധ്രയിലെയും പ്രമുഖമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വിശ്വേശ്വർ റെഡ്ഡിയും വരുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും ആന്ധ്രാപ്രദേശിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ കൊണ്ട വെങ്കട രംഗറെഡ്ഡിയുടെ പൗത്രനാണ് വിശ്വേശ്വര റെഡ്ഡി. കൊണ്ട വെങ്കട രംഗറെഡ്ഡിയുടെ സ്മരണാർത്ഥമാണ് ആന്ധ്രയിലെ രംഗറെഡ്ഡി ജില്ലയ്ക്ക് ആ പേര് നൽകിയത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BA പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ഉപരിപഠനം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. പിന്നീട് ന്യൂജേഴ്സിയിലെ എസെക്സ് കൗണ്ടി കോളേജിൽ അധ്യാപകനായി. അതിനുശേഷമാണ് സംരംഭകത്വത്തിലേക്ക് ഇറങ്ങിയത്. സിറ്റാഡൽ റിസർച്ച് ആൻഡ് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടു. പിന്നീട് ജനറൽ ഇലക്ട്രിക്കിന്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമായി. GE MCT എന്ന കമ്പനിയുടെ MDയും പിന്നീട് വിപ്ലോ HCITയുടെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി. ഇതിനെല്ലാം ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ട വിശ്വേശ്വർ റെഡ്ഡി ഇറങ്ങിയത്. തെലങ്കാന സംസ്ഥാനത്തിനായുള്ള സമരനായകൻ, BRSന്റെ സ്ഥാപകൻ K. ചന്ദ്രശേഖർ റാവുവിന്റെ ക്ഷണപ്രകാരമായിരുന്നു രാഷ്ട്രീയ പ്രവേശം. എന്നാൽ പിന്നീട് റാവുമായി തെറ്റി കോൺഗ്രസിലും BJPയിലും എത്താനായിരുന്നു റെഡ്ഡിയുടെ രാഷ്ട്രീയ വിധി. അപ്പോളോ ആശുപത്രി ശൃംഖലയുടെ മാനേജിംഗ് ഡയറക്ടർ സംഗീത റെഡ്ഡിയാണ് വിശ്വേശ്വർ റെഡ്ഡിയുടെ ജീവിത പങ്കാളി. ലോക്സഭയിലെ കോടീശ്വരന്മാരിൽ 3ാം സ്ഥാനത്തുള്ളത് നവീൻ ജിൻഡാലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സുപരിചിതനാണ് നവീൻ ജിൻഡാൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്താണ് കോൺഗ്രസ് വിട്ട് നവീൻ BJPയിൽ ചേർന്നത്. BJPയിൽ ചേർന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുകയായിരുന്നു നവീൻ ജിൻഡാൽ. ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നാണ് നവീൻ ജിൻഡാൽ ലോക്സഭയിൽ എത്തുന്നത്. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിന്റെ ചെയർമാനായ നവീന്റെ സ്വത്ത് 1241 കോടി രൂപയാണ്. അമ്മ സാവിത്രി ജിൻഡാൽ OP ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണാണ്. $35.5 ബില്യൺ സ്വത്തിന് അവകാശിയായ സാവിത്രി ജിൻഡാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വനിതയുമാണ്. ആം ആദ്മി പാർട്ടിയിലെ സുശീൽ ഗുപ്തയെയാണ് നവീൻ ജിൻഡാൽ തോൽപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് എന്ന ആശയമാണ് തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തിച്ചതെന്നാണ് പാർട്ടി മാറ്റത്തെ നവീൻ ജിൻഡാൽ വിശേഷിപ്പിച്ചത്. 2 ദശാബ്ദ കാലത്തോളമാണ് നവീൻ കോൺഗ്രസിനൊപ്പം ജീവിച്ചത്. 2004 കോൺഗ്രസ് ടിക്കറ്റിൽ കുരുക്ഷേത്രയിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അംഗത്തിന് തുടക്കം കുറിച്ചത്. 2009 ജിൻഡാൽ ഇവിടെ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ അനായാസം ജയിച്ചു കയറി. 2014 മോദി തരംഗത്തിൽ BJPയിലെ രാജ്കുമാർ സൈനിയോട് തോറ്റു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചതും ജയിച്ച് ലോക്സഭയിലെത്തുന്നത്. ദിവസം മുഴുവൻ ദേശീയ പതാക ഉയർത്താൻ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവകാശം വേണമെന്ന് നിയമ പോരാട്ടം നയിച്ചയാൾ കൂടിയാണ് നവീൻ ജിൻഡാൽ. ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെയാണ് നവീൻ ജിൻഡാലിന്റെ ഈ നിയമ പോരാട്ടം നീണ്ടത്. സംരംഭകരായും വ്യവസായ പ്രമുഖരായുമെല്ലാം സ്വന്തം അസ്തിത്വം ഉറപ്പിച്ച് രാഷ്ട്രീയത്തിലെത്തി രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവരാണിവർ. സമ്പത്തിന്റെ മഹാഗോപുരങ്ങളിൽ നിൽക്കുമ്പോഴും ഇവർ നടത്തുന്ന ജനസേവനം എന്നും വാർത്താ തലക്കെട്ടുകളിൽ നിറയാറുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സഭയിലെ 3 വമ്പന്മാരെ കുറിച്ചാണ്. ഇവർ മാത്രമല്ല, വേറെയുമുണ്ട് കോടീശ്വരന്മാർ സഭയിൽ. BJPയുടെ 240 MPമാരിൽ 227 പേർക്കുമുണ്ട് 1 കോടിയിലധികം ആസ്തി. അതായത് 95% BJP MPമാരും കോടീശ്വരന്മാർ തന്നെ. തീർന്നില്ല, ശശി തരൂർ അടക്കം കോൺഗ്രസുകാരിലും 95% MPമാർക്കുമുണ്ട് കോടികൾ. ജയിച്ച 99 പേരിൽ 92 പേരും കോടീശ്വരന്മാരാണ്. DMK ആണ് മറ്റൊരു കോടീശ്വര പാർട്ടി. 93% DMK MPമാർ, അതായത് 22 പേരിൽ 21 പേരും കോടിയുടെ ആസ്തിയുള്ളവരാണ്. തൃണമൂൽ കോൺഗ്രസിലെ 29ൽ 27ഉം സമാജ്വാദി പാർട്ടിയിലെ 37ൽ 34 പേരും കോടീശ്വരന്മാർ തന്നെ. ജയിച്ച എല്ലാവരും കോടീശ്വരന്മാരായ പാർട്ടികളുമുണ്ട്. AAPയിലെ 3 പേരും JDUവിലെ 12 പേരും TDPയിലെ 16 പേരുമാണത്.
ഇത് സമ്പന്നരുടെ കണക്കാണെങ്കിൽ മറ്റൊരു അമ്പരപ്പിക്കുന്ന കാര്യം, ജയിച്ച് ലോക്സഭയിലെത്തുന്ന 1% പേർക്ക് മാത്രമാണ് വലിയ സമ്പത്തൊന്നും ഇല്ലാത്തത്. ഇവരെല്ലാം 20 ലക്ഷത്തിൽ താഴെ മാത്രം ആസ്തിയുള്ളവരാണ്. ബംഗാളിലെ പുരുലിയിൽ നിന്ന് ജയിച്ച BJPയുടെ ജ്യോതിർമയി സിംഗ് മഹ്തോയ്ക്കുള്ളത് 5 ലക്ഷം രൂപയുടെ ആസ്തി മാത്രമാണ്. ബംഗാളിലെ തന്നെ അരംബാഗിൽ നിന്ന് ജയിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ മിത്താലി ബാഗിന് 7 ലക്ഷം രൂപയാണ് ആസ്തിയുള്ളത്. ഉത്തർപ്രദേശിലെ മച്ചി ഷഹറിൽ നിന്ന് ലോക്സഭയിലെത്തിയ സമാജ്വാദി അംഗം പ്രിയ സരോജിന് 11 ലക്ഷം രൂപയാണ് ആസ്തിയായുള്ളത്. ബാധ്യതകളുടെ കണക്കെടുത്താൽ കോടീശ്വർ MP-മാരിൽ പ്രമുഖനായ ചന്ദ്രശേഖർ പെമ്മസാനി തന്നെയാണ് മുന്നിൽ. പെമ്മസാനിയുടെ ബാധ്യത 1038 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്ടിലെ ആരക്കോണത്ത് നിന്ന് ലോക്സഭയിലെത്തിയ DMK MP ജഗ്രത്ര ചകനാണ്, 649 കോടി. ആന്ധ്രയിലെ നെല്ലൂരിൽ നിന്ന് ജയിച്ചു വന്ന തെലുഗുദേശം പാർട്ടിയിലെ പ്രഭാകർ റെഡ്ഡി വെമ്മിറെഡ്ഡിക്ക് 197 കോടിയുടെ ബാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ വന്നിരുന്നു. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്ന്, സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ നോക്കുന്നു എന്നുള്ള വാർത്തകളായിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ചു. പിന്നീട് ചില സിനിമകൾ അദ്ദേഹത്തിന് കമ്മിറ്റഡ് ആയിട്ടുണ്ട്. ആ സിനിമകൾ പൂർത്തീകരിക്കാനായാണ് മന്ത്രിസ്ഥാനത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിയുന്നത് എന്ന തരത്തിലായിരുന്നു. അദ്ദേഹവും ഏതാണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏതൊക്കെ സിനിമകളാണ് സുരേഷ് ഗോപിക്ക് മുന്നിൽ വലിയ പ്രോജക്റ്റുകളായി, വലിയ ആഗ്രഹങ്ങളായി ഉള്ളത് എന്ന് നോക്കാം. കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ ഏറ്റെടുത്ത സിനിമാ പ്രൊജക്ടുകൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഏതൊക്കെയാണ് വരാനിരിക്കുന്ന സുരേഷ് ഗോപി സിനിമകൾ? സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം, പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന JSK എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായി ചിത്രീകരണം പൂർത്തിയായ 2 സിനിമകൾ. മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പനാണ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം. സുരേഷ് ഗോപിയുടെ 250ാമത്തെ ചിത്രമാണിത്. കരിയറിൽ വലിയൊരു താഴ്ചയ്ക്ക് സുരേഷ് ഗോപി നേരിടേണ്ടി വന്നെങ്കിലും മോശം കാലത്തിന് ശേഷം തുടർച്ചയായ ഹിറ്റുകളുമായി കളം നിറയുകയാണ് താരം. തന്റെ വരുമാന മാർഗം സിനിമയാണെന്നും അത് തുടരുമെന്നും സുരേഷ് ഗോപി ആവർത്തിക്കുന്നുണ്ട്. ഇനി ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന ആദ്യ ചിത്രം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തെരഞ്ഞെടുപ്പും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി. സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ഏതാണ്ട് 4 മാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെത്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് അടുത്തത്. പത്മനാഭസ്വാമി ക്ഷേത്രം പ്രമേയമാക്കി ഒരുക്കുന്ന 70 കോടി ചിത്രമാണിത്. ഗോകുലം ഗോപാലിന്റെ മറ്റ് 2 സിനിമകൾ കൂടി പിന്നാലെ ഒരുങ്ങും. ചിന്താമണി കൊലക്കേസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുന്ന അടുത്ത ചിത്രം. LK എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗം ഒരുക്കിയ ഷാജി കൈലാസ് തന്നെയാണ്. ഷാജി കൈലാസിന്റെ തന്നെ ചിത്രമാണ് അടുത്തതും. ഒരു പോലീസ് സ്റ്റോറിയാണ് എന്നാണ് സൂചന. എന്തായാലും കരിയറിലെ മോശം കാലത്തിന് ശേഷം തുടർച്ചയായ ഹിറ്റുകളുമായി കളം നിറയുക തന്നെയാണ് സുരേഷ് ഗോപി. എതിരായും അനുകൂലമായും വരുന്ന കാർട്ടൂണുകൾ ആസ്വദിക്കുകയും വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളുമായി സംവദിക്കാൻ കാർട്ടൂണുകൾ പോലെ മറ്റൊന്നിനും അത്ര എളുപ്പം സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള കാർട്ടൂൺ അക്കാദമിയും ടൂൺസ് ആനിമേഷനും നടത്തിയ തെരഞ്ഞെടുപ്പ് കാർട്ടൂൺ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയായിരുന്നു ഇരുവരും. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജൂറി അംഗം R രാധാകൃഷ്ണൻ, ടൂൺസ് ആനിമേഷൻ വൈസ് പ്രസിഡന്റ് വിനോദ് AS, ജോൺസൺ, അജിത് കുമാർ, കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി A സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മോർണിംഗ് വൈബ്സ് ഇതോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.